ഞാൻ ഇത്രയും നാൾ വായിച്ചെങ്കിൽ ഈ ചിന്ത എനിക്ക് വന്നില്ല. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാ. അത് പൊങ്ങച്ചൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. അച്ഛന് പൊങ്ങച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ സഭയുടെ ഐശ്വര്യം ഇങ്ങനെയുള്ള അയ്മേനികൾ നമ്മുടെ സഭയ്ക്കുണ്ട്. ഇതാ പൊങ്ങി പറഞ്ഞു. വേറെ പൊങ്ങച്ചം വല്ലോ അച്ഛന് പറയാനുണ്ടോ? എനിക്ക് പൊങ്ങച്ചം പറയാനുള്ള ഇതാണ്, യേശു എന്നെ രക്ഷിച്ചു. വലിയ വലിയ പണക്കാരും ഉന്നതന്മാരും കെ എ പ്രസാദിന്റെ 5 പ്രാവശ്യത്തെ പ്രശ്നം കേൾക്കാനിടയായി. കെ എ പ്രസാദിന്റെ കൈ തരാനായിട്ട്. അതുപോലെ ഉന്നതനായ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് രാജുബോക്കാലെ പാസ്റ്റർ. അദ്ദേഹത്തെ സാക്ഷ്യം, അദ്ദേഹം കോട്ടോട്ടം ചർച്ചക്കോടി കൺവെൻഷൻ പ്രസംഗം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ 4-5 പേര് നിന്നിടത്താ പുള്ളി ഇറങ്ങി വേണം ഞാൻ കൈ തന്നു. അങ്ങനെ കൈ തന്നു. ഞാൻ ആ 2 കൈ ഒറ്റ വലുതായിട്ടാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പോസ്റ്റ്മാൻ ജോർച്ചായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 88 വയസ്സുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ കൂടെയാണ് ഞാനുള്ളത്. 88 വയസ്സായി അല്ലേ? അതെ അതെ, 88 വയസ്സായി. പുനലൂരിനടുത്ത ഇളമ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോർച്ചായൻ താമസിക്കുന്നത്. ദീർഘമായ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള ബോധ്യങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുവാൻ പോകുകയാണ്. അച്ഛാ, സ്വാഗതം ഹല്ലേലൂയയിലേക്ക്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? ആരോഗ്യം പരിതാപകരമാ, എങ്കിലും ദൈവാശ്രയത്തിൽ ഇന്നും രാവിലെ എഴുന്നേറ്റ് സാധാരണ എഴുന്നേറ്റ ഈ താഴെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ശൈലിക്കാരൻ. താഴെ ഇറങ്ങി ഇരിക്കാൻ വയ്യ. എഴുന്നേക്കണമെങ്കിൽ പിള്ളേരെ വിളിക്കാം. വെളുപ്പിനെ അത് വെക്കാത്തതുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ 3-4 വരി പാട്ട് പാടും. എന്നും പാടുന്ന ഒരു വരി പാട്ടാണ് എമ്മിച്ചെറിയ സാറിൻ്റെ പാട്ട്. ഇതാ എന്നും ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്തെ സന്ധിക്കുന്നത്, ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം, ഗുരുവരനാം നിൻ കരുതലിൽ പിന്നെ കുറവൊരു ചെറുതു വരികില്ല വരൻ. ഇത് പാടിക്കൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത്. ആദ്യം തന്നെ താഴെ ഇറങ്ങിയിരുന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗം വായിക്കും. രാവിലെ വായിക്കുമ്പോൾ 5-6 വാക്യം വായിക്കത്തുള്ളൂ. അത് വായിച്ചിട്ട് പിന്നെ ഇന്ന് ഞാൻ ഉപാധ്യാപൻ്റെ ഒരൊറ്റ അധ്യായം, ഉപാധ്യാപൻ്റെ 19-21 വരെ ലാസ്റ്റ് വാക്യം വെച്ചു. അത് ഞാൻ ഈ ബുക്ക് കുറിക്കുന്ന എടുക്കട്ട് പറഞ്ഞു. അപ്പം കുറിക്കും ഞാൻ ഇത്ര എടുപ്പാളെ. അതങ്ങനെ വായിച്ചിട്ട് പിന്നെ വീണ്ടും താഴെയിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയിട്ട് മുഖം കഴിയിട്ട് വന്നിട്ടൊരു രാവിലെ കുടലിൻ്റെ ഒരു ബലഹീനം, ഒരു മേജർ ഓപ്പറേഷൻ ചെയ്ത അൾസർ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുളിക കഴിച്ചിട്ട് പിന്നെയും താഴെ ഇരുന്നിട്ട് ദൈവം എന്നൊരു 5-6 പ്രാവശ്യം കൂടെ ഒന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇളയ മിനി അതല്ലടി അപ്പം എഴുതുന്ന ഡയറി, വെള്ള ബുക്ക്, പിന്നെ എന്താ കടിഞ്ചായിട്ട് വട്ടമേശ വെച്ചിട്ട് കഥയത്തുണ്ട് ഇറങ്ങി അവിടെ താഴെ നിന്ന് കടിഞ്ചായ കുടിക്കും. അതാണ് എൻ്റെ രാവിലത്തെ സിസ്റ്റം. പിന്നെ ഇപ്പോൾ കടിഞ്ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ മനോരമ അവിടെ ഗുണാഞ്ചേരെ അവിടെ പോയി മനോരമ ഗേറ്റിലിട്ടേക്ക് എടുത്തുകൊണ്ട് വന്ന് ചിലരൊന്നും നോക്കും. അതാണ്. പിന്നെ കുറേ നേരം ഇരുന്നുകൊണ്ട് താഴെ ഇരുന്നുകൊണ്ട് ദൈവമേ ഒത്തിരി കാര്യമൊന്നും ദൈവമേ ഈ 88 വയസ്സിൽ ഇത്ര ആരോഗ്യം തരുന്നല്ലോ എന്നും പറഞ്ഞ് ദൈവത്തിനൊരു പറയാം. അന്നേരമൊക്കെ അത് പറയുമ്പോൾ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വീഴുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനായി. എവിടുന്ന് ദൈവൻ്റെ ഞാനൊക്കെ അവിടെ എത്തിയെന്ന് എനിക്കൊരു ബോധ്യം. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെയാണ് പിന്നെ അങ്ങ് കയറി പിന്നെ അങ്ങ് കിടക്കും. അവിടെ ഒരു പതിവ് വെച്ചിട്ട് കിടക്കും. അത് പിന്നെ ഒന്നുമില്ല. കുറേ അങ്ങനെ കിടക്കുമ്പോൾ ഒരു 7-7:45 ആകുമ്പോൾ കഥയത്തുണ്ട്. വട്ടമേശയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. മിക്കവാറും ഇപ്പോൾ ഒരു താറാവ് മുട്ട പുഴുങ്ങിയതും ഒരു ഏത്തയ്ക്ക പഴുത്ത പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാലും കൂടെ തരും. എൻ്റെ ഒരു ആത്മീയ മകൻ, ഞാൻ സുവിശേഷം എറിഞ്ഞ കൂട്ടത്തിൽ ഭയങ്കര വാശിയുള്ളൊരു മറുത്ത മകൻ ചെറുപ്പക്കാരൻ ഇളമ്പ പെട്രോൾ ബാങ്ക് തുടങ്ങുമ്പോൾ ജോൺസൺ എന്നാണ് പേര്. പുള്ളി റാന്നി പെരുന്നാടുകാരനാണ്.
പുള്ളി വന്നപ്പോൾ പുള്ളിയോട് വൈസ് ചാൻസലർ ഞാൻ അന്ന് ഷോൾഡർ ബാഗ് ഇട്ട് പരസ്യയോഗം നടത്തും ഒറ്റയ്ക്ക്. അതൊന്നും പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. പരസ്യം ഒറ്റയ്ക്ക് നടത്തുക. അങ്ങനെ വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചു ആരാ എന്താണെന്നൊക്കെ ചോദിച്ചോണ്ട് ഞാനും മർദ്ദമക്കാരനാണെന്ന് പറഞ്ഞു. അവനും പറയുന്നത് മർദ്ദമക്കാരനാണ്. അപ്പോൾ വെളുത്ത സ്വന്തം പട്ടര വലിയ ആയിരിക്കും ഞാൻ ധരിച്ചു. ഇതിനും പറയാം തോട്ടത്തിൽ ഞങ്ങളുടെ വല്യപ്പൻ്റെ കാറ്റഗറിയിൽ ഒരു വല്യപ്പന് ഉപദേശിച്ച തോട്ടത്തിലെ ഈ വർഷം ഉപദേശം കുറിച്ച് ഞാൻ പരിചയപ്പെട്ട ശേഷം ഞാൻ രക്ഷയും മാനസാന്തരം പറഞ്ഞു. ഞാൻ അന്ന് 67 ഡിസംബർ 29 പുനലൂരാറ്റിൽ എറണാകുളത്തിലെ TM വർഗീസാറിൻ്റെ കൈക്ക് സ്ഥാനപ്പെട്ടിൽ മൊത്തമായി നിൽക്കുക. ഓക്കെ. സ്ഥാനപ്പെട്ടെങ്കിലും അമ്മ എനിക്കൊരു ഭാരമായിരുന്നു. അമ്മ അച്ചായൻ ജോലി സ്ഥാനത്ത് അമ്മയായിരുന്നു ഭരണം. കെട്ടുന്ന പഠിക്കേണ്ട തോപ്പലിക്ക് അടിക്കുക. അതുകൊണ്ട് അമ്മ അടിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് പിന്നെയും തിരിച്ച് മർദ്ദമായി തന്നെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നൊരു സ്ഥാനം ശരിയാണെന്ന് പറഞ്ഞു. സണ്ണി സാറിനോട് കൂടെ അപ്പോൾ സണ്ണി സാറിനോടൊക്കെ ഇടപെട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരന് പുനലൂർ ഇതാണ് തുമ്പശ്ശേരി അവിടെയാണ് ഈ ജോലിക്കാർ തന്നെ താമസിക്കുന്നത്. ബന്ധു വരുന്ന സമയം പുള്ളിക്ക് അന്നൊക്കെ കൂടെ ബന്ധമൊക്കെ ഉണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു സാറേ എനിക്കൊരു പിന്നെ എൻ്റെ പാസ്റ്റർക്ക് അറിയാമായിരിക്കും പിന്നെ NS തോമസ് എന്ന് പറയുന്ന എൻ്റെ അനിയൻ കെട്ടിയ ബന്ധത്തിലുള്ള ഒരു പാസ്റ്റർ അങ്ങേർക്കൊരു റൂം അവിടെ ഉണ്ട്. പുള്ളി 12 സെൻട്രൽ പാർട്ടാണ് ചർച്ച കൂടുതൽ അങ്ങ് പോരുത്. അന്നേരം ഞാൻ പറഞ്ഞു അങ്ങനെ ജോർജ് കുട്ടി നീ വിശ്വസിക്കുന്ന കൊടുത്തോടാന്ന് പറഞ്ഞു. വലിയ വീട് മൊത്തമില്ല, ഒരു മുറിയും പുള്ളിക്ക് ക്രമീകരണം ചെയ്ത് കൊടുത്തു. അവൻ പിന്നെ ശനിയാഴ്ച പോകത്തുള്ളൂ. അന്ന് ആ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചുരുക്കി ഞാൻ പറഞ്ഞ അവന് ക്ലാസ് കൊടുത്തു അവനെ TM വർഗീസൻ സാറിൻ്റെ കൈക്കീഴിൽ തന്നെ കൊണ്ടുപോയി സണ്ണിയെയും കല്ലോടിക്കുഴി കുഞ്ഞുവനെന്ന് പറയുന്ന വലിയ മഹാൻ അവിടെ ശരിക്കും 8 പേരെ ഞാൻ മുഖാന്തരം അവിടെ കൊണ്ടുവന്നു സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനപ്പെടുത്തിയില്ല, TM വർഗീസ് സാറിൻ്റെ സാറ് അവിടെ മുളക്കരയിൽ ചെങ്ങന്നൂക്കാരായതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് ഞാൻ എൻ്റെ പഴയ ബൈബിള് കൊണ്ട് ബൈബിളിൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ട് സ്നാനം മലയാളത്തിൽ ഇംഗ്ലീഷ് ബാപ്റ്റിസം എന്ന് എഴുതിയിട്ട് ബൈ പാസ്റ്റർ TM വർഗീസ്. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ആ പുസ്തകം ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇങ്ങനെ കാണിച്ച് നോക്കിയിട്ട് അവിടെ ഞാൻ ലൂസൂട്ടി സാറിൻ്റെ ഫാദർ. അന്ന് ഞാൻ ചർച്ചക്കോടി പോകുമ്പോൾ അവിടെ സെക്രട്ടറിയാണ് കങ്ങഴ തോമാച്ചൻ. ഓക്കെ എന്ന് പറഞ്ഞോണ്ട് നിൻ്റെ ഡിമാൻഡ് എന്താണ് എന്നോട്? നീ എന്നെ വിളിച്ചില്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സുവിശേഷ വില ചെയ്ത് കൊടുത്തില്ല, ഞാനിപ്പം പിന്മാറിപ്പോയെങ്കിൽ ഞാനൊരു ചിലരോട് പറഞ്ഞു കരടിക്കുഞ്ഞിത്തൻ 38 കേസിലെ പ്രതിയാണ്. ഒരു അടിപൊളി മുടി എന്നെ നോക്കി വിളിക്കുകയാണ്. എന്നെ കണ്ടാൽ വലിഞ്ഞ് ഒതുങ്ങിയിരിക്കില്ല. ഞാൻ പറഞ്ഞു 8 പേര് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, കല്ലുടിക്കുടി കുഞ്ഞോനെന്ന് പറയുന്ന കോടീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഇവർ ഓക്കെ ആണോ ഒന്ന് പറയാ ഒരു ഇത് കാണിച്ചു തന്നു. ഇങ്ങനെ സമ്മതപത്രം എഴുതി ഒപ്പിടണം. വോട്ട് ശരിയാക്കിയിട്ട് 8 പേര് എഴുതിയിട്ട് അടി താങ്കളുടെ പേര് അഡ്രസ്സും എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഡേറ്റ് അവരുടെ ഒരു ദിവസം പറഞ്ഞു. എന്നാണ് അങ്ങനെ 60-24 കാറുണ്ട് കല്ലോടി കുഞ്ഞുമോൻ്റെ. ആ കാറിനകത്ത് സണ്ണിമോനും ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി പിന്നെ ചെങ്ങന്നൂർ ആറ്റിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് വീട്ടിൽ വെച്ച് ഓരോ കേക്കും പിസ്തും എന്നിട്ട് ഇനിയും പറയാൻ പോകുന്നത് സാർ അംഗീകരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പരസ്പരം നിന്നുകൊണ്ട് പറയാം മർത്തോമ സഭയിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വീടാന്തോറും കയറി പറയാൻ അനുവാദം കിട്ടി. അതുകൊണ്ട് തുടരണം. നിന്നെ ഞാൻ സംഘടനയ്ക്ക് പുറത്ത് ഓർഡിനേഷൻ മർത്തോമായി നിൽക്കുന്ന ഒരാളെ പിന്നെ സംഘടന അതിന് പുറത്ത് അല്ലെങ്കിൽ ചർച്ച് ബോർഡിന് പുറത്ത് ഓർഡിനേഷൻ തരിക, തോളിലടിച്ചേ ഒരു കേസ് കേൾക്കുന്നത് ആരാ പറയുന്നത്? TM വർഗീസ് സാർ. അപ്പോൾ പുള്ളി സന്തോഷമാണ്. അതങ്ങനെ അന്നേരം ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇതിങ്ങനെ നിൽക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ ഈ പാതവിയുടെ ഒരു പകലെന്ന് പറയും ക്രൂസൈഡ് രജിസ്റ്റർ ചെയ്ത് പത്തനംതിട്ട രജിസ്റ്റർ ചെയ്തിട്ട് കല്ലുടി കുഞ്ഞോനെ കോന്നി ചെറിയാച്ചായനെ മർത്തോമസിൽ അറിയപ്പെടുന്ന ഒരാളാണ് കൺവെൻഷൻ പ്രാസന പുല്ലാട് അനിയൻ കുഞ്ഞു. എൻ്റെ വീട്ടിൽ ഇവിടെ യോഗത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോം ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഓവിലൂക്കാരൻ അലക്സാണ്ടർ ഡാനിയൽ എന്ന് പറഞ്ഞ അച്ഛനും ഞങ്ങളുടെ കൂടെ ചേർന്നു. ചെറുപ്പക്കാരനാണ്. അച്ഛന് സ്ഥാനപ്പെട്ടിട്ട് അച്ഛനായവനാണ്. അച്ഛൻ കൊച്ചിയിലെ സ്ഥാനപ്പെട്ട പോട്ടെ. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛന്മാർ ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ അച്ഛന്മാർ ഉഴക്കുണ്ടാക്കി എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ നോട്ടീസ് തന്നു.
സഭയിൽ നിന്ന് നോട്ടീസ്. ഇങ്ങനെ തുടരാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് പെന്തക്കോസ്തിലേക്ക് ആളിനെ ഓടിച്ച് കയറ്റുവാന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ അത് ശരിയല്ലേ? പിന്നെ മാർത്തോമായി നിന്നുകൊണ്ട് മാർത്തോമായിലെ വിശ്വാസികളെ സ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്നത് മാർത്തോമായി നിന്ന് പെന്തിക്കോസിലോട്ട് ആളെ കൊണ്ടുപോകുന്ന പരിപാടിയല്ലായിരുന്നോ? അതെ, അത് അവർ പറയുന്നതിൽ തന്നെ തെറ്റ്. അവസാനം ഞങ്ങളെല്ലാം അങ്ങ് ചെയ്തു. മുന്നി ചെറിയാച്ചാൻ്റെ ഭാര്യ തങ്കമാമ സ്നാനം പെട്ടപ്പോൾ പിന്നെ അദ്ദേഹം പണക്കാരനാണ്, വണ്ടമേട് ചെറിയാച്ചൻ കോടീശ്വരനാണ്. അങ്ങനെ ഈ യുവാക്യം തിരുമേനി നിലയ്ക്കൽ പത്രാസ അധിപനായിരിക്കുമ്പോൾ കോന്നി വന്നു. അവർ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, വിരട്ടിയ സഭ മുടക്കിയില്ല. മുടക്കാതിരിക്കാൻ കാര്യം ഇനി സാറിനോട് ഞാൻ മുടക്കാതിരിക്കാൻ കാരണം പിന്നെ ചുറ്റാറിനടുത്ത് കാര്യത്തിൽ പോകുന്ന സമയത്ത് മണിമലക്കാരെന്ന് പറഞ്ഞ് CSIക്കാരൊരു 10 ചേട്ടന്മാർ വന്ന് അവിടെ താമസമുണ്ടായിരുന്നു. അവർ ഞങ്ങളെല്ലാം ഈ പ്രവർത്തനത്തിൽ അവിടെ കയറി അവർ 2 വല്യപ്പന്മാർ സ്ഥാനപ്പെട്ടപ്പം അങ്ങേരുടെ മകൻ പിന്നെ ഈ മണിമലക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ വക്കീലാണ്, 12 വാറിൽ. ഈ തൻ്റെ പള്ളിയിൽ എൻ്റെ കൂട്ട് ഉപദേശിയാണ്. പള്ളി മുടക്ക് നോട്ടീസ് കൊടുത്തു. അലക്സാണ്ടർ തിരുമേനിയുടെ കാലത്താണ് പുള്ളി കോടതിയിൽ ഇത് കൊടുത്തു, ഈ വക്കീല് മുഖാന്തരം തിരുമേനിക്ക് എങ്ങനെയാണ് വക്കീൽ നോട്ടീസ് കൊടുത്തു. ഏത് വ്യവസ്ഥയല്ല, കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ സ്ഥാനപ്പെട്ടെങ്കിൽ സ്ഥാനത്തിനെതിരായിട്ട് ആരാ എന്ത് പറയാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ സൂക്ഷിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ തിരുമേനി പറച്ചു ഇതിട്ട് വന്നപ്പോൾ ഇപ്പം അതുകൊണ്ട് മർദ്ദമർദ്ദ സ്ഥാനപ്പെട്ട മുടക്കത്തില്ല. അങ്ങനെ പരിപാടി അത് മുടക്കിയിരുന്നെങ്കിൽ ഇപ്പം മർത്തോമ സഭയിൽ ആള് കാണത്തില്ലായിരുന്നു. അവസാനം അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ സൈലൻ്റായി. പിന്നെ ഞാനാ സണിമാനുമൊക്കെ ഈ ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനല്ലേ, പുള്ളിയൊക്കെ ആണെങ്കിൽ അവിടെ അവർ പെങ്ങന്മാരെല്ലാം സ്ഥാനപ്പെട്ടു ഈ മുഖാന്തരം. അവരെല്ലാം ഞാനല്ല. ഓക്കെ, ഞാൻ അച്ഛൻ്റെ ജീവിതം ഒന്നും കൂടെ ഒന്ന് ചോദിക്കട്ടെ. അതായത് അച്ഛൻ്റെ വീട്ടുപേരെന്തുവാ? തൈക്കൂട്ടത്തിൽ. ശരിക്കുള്ള പേരെന്തുവാ? TM മാത്യു എന്നാ പേര്. ജോർജ എന്ന് വിളിക്കുന്നതോ? വീട്ടിൽ എല്ലാവരും ജോർജ് എന്നായിരുന്നു പേര്. ഓക്കെ, അപ്പൊ തൈക്കൂട്ടത്തിലെ പിന്നെ ഫാദറിന്റെ പേരെന്തുവായിരുന്നു? ഫാദറിന്റെ പേര് മാത്യു. അമ്മയുടെ പേര്? അമ്മ ശോശാമ്മ മാത്യു. ഫാദറിന് എന്തുവായിരുന്നു ജോലി? റെയിൽവേ ജോലിയായിരുന്നു. എത്ര മക്കളാ നിങ്ങള്? ഞങ്ങൾ 2 ആണും 2 പെണ്ണും. 2 ആണും 2 പെണ്ണും. ഞാനാ ഏറ്റവും മൂത്ത. ഇപ്പൊ അതിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? 4 പേരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഓക്കെ, എല്ലാരും പെന്തിക്കോസിലാണോ? അല്ല, എൻ്റെ 2 പെങ്ങന്മാരും പെന്തിക്കോസിൽ. 2 പെങ്ങന്മാരും IPC തന്നെ, കൊച്ചിയിലുള്ള. പാസ്റ്റർ സക്കറിയ വർഗീസിന്റെ ഭാര്യയാണ് മൂത്ത പെങ്ങള്, കൊച്ചിയിലാണ്. ഭോപ്പാലിലായിരുന്നു. രണ്ടാമത്തെ പെങ്ങളും അളിയന്മാർ 2 പേരും മരിച്ചു. പെടൂര്, ഇവിടെ അടുത്ത് പെടൂരെന്ന് പറയുന്നത്, അവിടെ ഭർത്താവ് മരിച്ചു. അവൾക്ക് ഒരാണും ഒരു പെണ്ണേ ഉള്ളൂ. അവൻ മൂത്തവന് പിന്നെ ICSIന്റെ വലിയ പ്രവർത്തകനാണ് കോളേജിലെ, ആനന്ദ് ബാബു എന്നാണ് പറയുന്നത്. അവർ സാറ് കേട്ട് കാണും, ആനന്ദ് ബാബു. അപ്പം ബാബുവിൻ്റെ അമ്മയാണ്. അവൾ IPCയിലാണ് പോകുന്നത്. മോടെ കൂടെ ഇപ്പോൾ മോടെ മരുമോൻ ബ്രെയിൻ ട്യൂമർ വന്ന് വല്ലാതിരിക്കുക. ഓക്കെ, അപ്പം പിന്നെ ഈ അച്ഛനൊക്കെ ശരിക്കും ചെങ്ങന്നൂർ മംഗലം, വാഴാർ മംഗലം. ഓക്കെ, അവിടെ മർത്തോമ കുടുംബമായിരുന്നു. അവിടെ സെന്റ് തോമസ് പള്ളി എന്ന് പറഞ്ഞ അപ്പച്ചന്മാരുടെ ആളാ. ഓക്കെ, അപ്പൊ അത് നവീകരണ സഭയുടെ ഭാഗമായിട്ട് നിന്നു. അങ്ങനെ വളർന്നു വന്ന ആള് എങ്ങനെ ഈ പെന്തിക്കോസി വന്ന, അല്ലെങ്കിൽ സ്നാനപ്പെട്ടത് എങ്ങനെ? അത് കാര്യം പറയാം. മാർത്തോമ സഭയിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക ഞാൻ. ജ്യേഷ്ഠവും കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജ്യേഷ്ഠം എന്ന് പറഞ്ഞ ഉയർന്ന ക്ലാസ് 15. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം എന്നുകൊണ്ട് അന്നിരുന്ന ഹെഡ് മാസ്റ്റർ പറഞ്ഞത്, പിന്നെ എന്നെ വിളിക്കുന്ന എൻ്റെ അപ്പൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പാപ്പിന്നാ. അദ്ദേഹം എൻ്റെ അപ്പൻ്റെ പേര്, അപ്പൻ്റെ കാറ്റഗറിയാണ്. അവിടെ കൊച്ചു പാപ്പി അടുത്ത പ്രാവശ്യം വരണം. ഞാൻ ചെന്നപ്പം പിള്ളേരുടെ കൂടെ ഇരിക്കാൻ നേരം വേണമെന്ന് അധ്യാപകൻ്റെ മകൻ വിളിച്ചിരുത്തി സൺഡേ സ്കൂൾ പുസ്തകം തന്നിട്ട് അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ കുമാരവപ്പ് എന്ന് പറയുന്നത് ശിശുവപ്പ്, ബാലവും, കുമാരവും, മദ്യവും, ജ്യേഷ്ഠവും, അങ്ങനെ മർത്തോമ. അതിൽ കുമാരവപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്യോപ്യ രാജ്യം ഷണ്ണൻ എന്നുള്ള പാഠം പഠിപ്പിക്കണം. അപ്പോൾ ആ പുസ്തകം വെച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ഷണ്ണനെ കുറിച്ച് ഒന്നുമല്ല കാര്യമായിട്ട് പറയുന്നത്. അവർ ഒത്തിരി പറയുന്നത് എത്യോപ്യ രാജ്ഞി ഭയങ്കര പണക്കാരി ആനയാകൂനെന്ന് പറഞ്ഞു. അതൊക്കെ ഒത്തിരി പറഞ്ഞേക്കോ. എന്നിട്ട് പിന്നെ ഫിലിപ്പിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞു. ഞാൻ അന്ന് പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ
പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മത്തായി സാറിനോട് പറഞ്ഞു, സാറേ ഈ പാഠം സ്നാനത്തെക്കുറിച്ചല്ലേ പറയും. ഉടനെ പുള്ളി പറയാമെന്ന് പറയാം, എനിക്കൊന്നും അറിഞ്ഞൂടാ മാത്യു സാറേ, അതിന് ചേട്ടനെ പള്ളിയിലെ ഉപദേശിയായിരുന്നു ഒരു വലിയ അച്ഛനോട് ചോദിക്കും. ഞാൻ ആ ചെറിയച്ഛനെ ഉപദേശം എന്ന് പറഞ്ഞ് പേടിച്ചെന്ന് പറഞ്ഞു. ഉപദേശിച്ചാരെ എനിക്ക് ഒരു സംശയമുണ്ട്, എന്തോടാ ജോർജ്? ഞാൻ പറഞ്ഞു, ഇതാ സാധനം കുട്ടപ്രാജ് കളടാന്ന്. അതെൻ്റെ ഹൃദയത്തെ ഹേമിച്ചു. അതെന്താ അങ്ങനെ? അപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഇവിടെ അന്ന് നിലമുണ്ട്, പ്രദേശമുണ്ട്. നിലം കൃഷിയിൽ അവിടെ ഉള്ള ഒരു മനുവേലെന്ന് പറഞ്ഞ് ജുബ ഇടുന്ന ഒരു പെന്തക്കോസ്ത് സഹോദരനാണ് പണിക്കുവാൻ. അതിവിടെ കഞ്ഞി ഒരു ദിവസം ഞാൻ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിൽബോസ് മൂപ്പാന്നാണ് വിളി. വിൽബോസ് അടുത്ത് ചെന്ന്, എന്തോ കൊച്ചു സാറേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ ആരുണ്ടേ നിങ്ങൾ? ഉടനെ സാറെന്തായി പറയുന്നത്? വഴി തരാം. ആ വഴി കണ്ടല ഉപദേശിയുടെ വീടില്ലേ, അവിടോട്ട് കയറി ചെന്നാൽ പോരാ, വല്യപ്പനെ ഉപദേശി പല റിട്ടേൺ എന്ത് വേണമെങ്കിലും പറഞ്ഞു തരുമല്ലോ എന്ന്. ഞാൻ തിരക്കി പിടിച്ച് അവിടെ ചെന്നപ്പം ഉപദേശി ഇങ്ങനെ അകത്ത് കിടക്കുക, ഹോളിലല്ല, ഒരു സൈഡ് കട്ടിലിട്ട് കിടക്കുക. അവിടെ ഈ പറഞ്ഞ ആൾ ഇപ്പോൾ സാർ അറിയുന്ന ആളാണ്, തോമസ് കുട്ടി എന്ന് പറയും, അല്ല തോമസ് ജോർജ് എന്ന് പറയുന്ന ചർച്ചക്കൂടിലെ വലിയ പാഷയുടെ വല്യപ്പച്ചൻ്റെ. ഈ ജോർജ് കുട്ടി അന്ന് ഒരു 10-13 വയസ്സുള്ള പയ്യനാണ്. അവൻ എന്നെ കണ്ടോണ്ട് വിളിച്ച് അപ്പച്ചൻ്റെ അടുത്ത് എവിടുന്ന് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ അവർ ഈ വീട് ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം ചർച്ചക്കൂടുകാരന് തോമരല്ലേ അവിടെ താമസിക്കുന്നു പറഞ്ഞു. അതെല്ലാം അവരല്ലേ, അവർ വിറ്റിട്ട് പോയില്ലടാ എന്നൊക്കെ പറഞ്ഞു. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇന്നവലാന്ന് പറഞ്ഞു. പുതപ്പ് ഇവിടെ വാരി ഇട്ടിട്ട് പറഞ്ഞു എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പേരും നാളും ഒക്കെ ചോദിച്ചിട്ട്, നിന്റെ വേദോസം? ഞാൻ വേദോസം കൊണ്ടുവന്നില്ല. ഒരു ഷൗട്ടൊക്കെ ചെയ്തു. നല്ല ശബ്ദമുള്ള മനുഷ്യനാണ്, ലൂസ് കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറാണ്. അവിടെ ഞാൻ പിന്നെ ഒരു 5-8 ദിവസം അടുപ്പിച്ച് ചെന്നപ്പം പുള്ളി എല്ലാ ദിവസവും എനിക്കിത് പറഞ്ഞു തരും. ഞാൻ കുറിച്ച് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7-8 ദിവസമായിട്ട് ഇത് 2 ദിവസം കഴിയുമ്പോൾ എന്നോട് പിന്നെ ഇൻ്റർവ്യൂ ഞാനത് പറയണം. അങ്ങനെ എന്നെ പഠിപ്പിച്ചു. ഉടനെ അവസാനം പിന്നെ എനിക്ക് സ്ഥാനപ്പെടാൻ താല്പര്യമുണ്ടോയെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒറ്റക്കല്ലുകാരൻ ഒരു കാലിൻ്റെ പൊത്ത നഷ്ടപ്പെട്ട ഒരു തോമസ് ഉപദേശിയാണ്, ഈഴവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു, ഭക്തനായിരുന്നു, പ്രവചനമൊക്കെ ഉള്ള. പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ തോമസ് എന്തോ ഈ കൊച്ചനെ പിന്നെ താല്പര്യം കാണിക്കുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്ത് സ്ഥാനപ്പെടുത്തുന്നത് കാട്ടിലെ ഉപദേശി ലൂസുകാരൻ ഫാദർ. ഉടനെ അവർ ഏർപ്പാട് ചെയ്ത് പിന്നെ TM സാറിനെ വിളിച്ച, TM മറി സാറാണ് അവിടുത്തെ ഓവർസീറാണ്, അദ്ദേഹത്തെ വിളിച്ചാണ്. ആ കൂട്ടത്തിലാണ് പിന്നെ വെല്ലുവിളിയിലെ അച്ഛൻ കുഞ്ഞ്, ഞാൻ വെല്ലുവിളി അച്ഛൻ കുഞ്ഞ്, പിന്നെ 2 സ്ത്രീകളായിരുന്നു. 5 പേരായിരുന്നു എനിക്ക്. പുല്ലിൻ്റെ ആറ്റിൽ തന്നെ ഞാനൊരു ഡിമാൻഡ് പറഞ്ഞു, പിന്നെ പുല്ല് ആറ്റിൽ തന്നെ മുക്കണമെന്ന് പറഞ്ഞു. ഞാനോട് ഈ അപ്പച്ചനോട് പറഞ്ഞു. എനിക്ക് ആ ശരി ക്രമീകരിച്ച് അങ്ങനെ അവർ പിന്നെ എന്താന്നൊരു ജീപ്പൊക്കെ ക്രമീകരിച്ച് ഒരു പരമ്പും കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി. അന്ന് എനിക്ക് ഇവിടുത്തെ സാഹചര്യത്തിലേക്ക് ഒരു ഡ്രസ്സ് കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഉടുപ്പുണ്ടായിരുന്നു. അന്ന് ശാരദിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മ വഴക്ക് പറയുന്ന കണ്ട് ആ ഉടുപ്പും മുട്ടും മാത്രം ഇട്ടുകൊണ്ട് അത് തന്നെ കയറി വന്നത് പിഴിഞ്ഞു ഒതുക്കിയിട്ട് അങ്ങനെയാണ്. ഒരു 18 മാസം ഞാൻ അവിടെ ചർച്ചക്കൂടിൽ അവിടെ തന്നെ പോയി. അന്നേരമാണ് അമ്മ ഇങ്ങനെ കൂടെ പറയുക, എൻ്റെ ഫാദർ എപ്പോഴും വരുന്നില്ല, മധുരയില്ല, അച്ചായനാണ് വിളിക്കുന്നത്. അച്ചായൻ വരട്ടാ നിനക്ക് മറുപടി തരുമെന്ന്. അച്ഛൻ വന്നാൽ എന്തോ സംഭവിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സ്നാനപ്പെട്ടത്. അമ്മ അവസാനം ചോദിച്ചൊരു വാക്ക് ഭയങ്കര, നിനക്ക് പെണ്ണ് കിട്ടുന്നത് എന്താണ്? ഇവിടെ പുള്ളവന്മാരുണ്ട്, നിനക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ അവിടെ പുള്ളവത്തി അങ്ങനെ കിട്ടൂടാന്ന് പറഞ്ഞു. അങ്ങനെ അല്ല, പണ്ടൊക്കെ ഈ പെന്തക്കോസ്ത് വരെ പോകുക എന്ന് പറയുന്നത് ഈ പിന്നെ സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് ആൾ പോകുക എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും പുറകോട്ട് നയിച്ചിരുന്ന, അല്ലെങ്കിൽ അവരെ തടഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അവർക്ക് വിവാഹം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോയപ്പം അന്നിരുന്ന് എന്നിട്ട് അമ്മ അടിച്ചു. അമ്മ അടിച്ചിട്ടില്ല, വാക്കുകൊണ്ട് നല്ലൊരു അടിക്കും. ചോറൊക്കെ തരുമ്പോൾ അന്ന് പാപ്പാരം കോട്ട ചർച്ചക്കോട്, അന്ന് അവിടെ ആരാധന കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 2:30 മണിയൊക്കെ ഒരു ഉള്ളിലാണ്. ഇപ്പോൾ കോട്ടോട്ട് ഈ മുക്കിലുണ്ട്. അന്നുള്ള ഉള്ളിൽ വരുന്ന സമയത്ത് അമ്മ കടന്ന് വഴക്ക് പറയായിരുന്നു. അവൻ പോയിരിക്കുക എന്തൊക്കെ കുത്തുവർത്താനം പോലൊക്കെ പറയും. മൂത്ത മോനാ പോയി. അതുകൊണ്ട് അന്നേരം ഞാൻ പോസ്റ്റ്മാനും ആയില്ല. അന്നേരം കണക്കെഴുതാനൊക്കെ പോവാ എന്നേ ഉള്ളൂ. അന്ന് കണക്കെഴുതാൻ പോലെ എന്താ ഒരു മാസം
5 രൂപ തരും, തരുമ്പോൾ 4 തരും. 5 രൂപ എന്ന് പറയും, പക്ഷെ തരുമ്പോ 4 രൂപ 4 തരും. ചിലർ 3.5, 3 കടയിൽ എഴുതുമായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടാകും. അന്നേരം പിന്നെ ഒരു കള്ളക്കണക്ക് എഴുതുന്നതിൻ്റെ ഒരു ഇത് വന്നപ്പോഴേ എനിക്ക് ഒട്ടും അങ്ങോട്ട് സ്വസ്ഥത. അതായത് പിന്നെ അവരുടെ കണക്കുകൾ കടയിലൊക്കെ കണക്കല്ലേ, വലിയ കണക്കൊന്നും അല്ലല്ലോ, അല്ല, എന്നാലും കള്ളക്കണക്ക് എഴുതണം. അതന്നെ. അത് ഞാൻ പിന്നെ ഉപദേശി ഉണ്ടായിരുന്നു അന്ന്. റേഷൻ കടക്കാലും ആ കാലത്ത് സെയിൽ ടാക്സ് ഉണ്ട്. അത് റേഷൻ കട അന്നത്തെ കാലത്ത് അത് എഴുതുമ്പോൾ ഉപദേശി, അങ്ങനെ ഉപദേശി എന്നാണ് വിളിക്കുന്നത്. മാണി കത്തോലിക്കനാ, ചങ്ങനാശ്ശേരിക്കാർ ഇവിടെ വന്നു. അങ്ങനെ റേഷൻ കട ഇവിടെ മുടങ്ങുന്നു. അന്നേരം ഒരു കാര്യം എഴുതി വന്നെ പറഞ്ഞു. അങ്ങനെ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് നീ വീട്ടിൽ ഇരുന്നാൽ മതി ഇടാന്ന്. കണക്കെഴുതാൻ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ കള്ളത്തരം എഴുതണം. അന്നേരം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഞാൻ എഴുതിയിട്ട് രക്ഷിക്കപ്പെട്ട ഞാൻ ഇത് എഴുതിയത് തന്നല്ലേ ഞാൻ സാധനപ്പെട്ടതോ. എൻ്റെ ഹൃദയത്തെ അങ്ങ് വല്ലാതെ വേദന പിടിച്ചു. അതെന്താണെന്ന് പിന്നെ ഞാൻ പിന്നെ ഉപദേശിക്ക് അവിടെ എഴുതാൻ പോയില്ല. പിന്നെ കോട്ടോട്ടം മുക്കില്ല. ഇപ്പം എൻ്റെ മോളെ കെട്ടിച്ചിരിക്കുന്ന എൻ്റെ മരുമോൻ്റെ അപ്പൻ്റെ റേഷൻ കടയുണ്ട്. അവിടുന്ന് കുഞ്ഞപ്പിച്ച എന്നെ വിളിച്ച് പറഞ്ഞ് പിന്നെ ദേവചോട്ടി നീ പോകണ്ടാടാ, എനിക്ക് ആവശ്യമുണ്ടെന്ന്. പക്ഷേ അങ്ങനെ PW പഞ്ചായത്ത് വർക്കൊക്കെ കൂടെ പണിയുള്ളതുകൊണ്ട് മൊത്തം ജോലി എന്നെ ഏൽപ്പിച്ചു. അന്നൊന്നും വലുതായില്ല, പള്ളിയിലെ മർദ്ദമക്കാർ. അങ്ങനെ കുറേ നാൾ നിന്നപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ SLC തോറ്റയ്ക്ക് എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ കൊല്ലത്തുണ്ട്. ഇവിടെ ഒരു ഫ്രോഡ് കേസ് വന്നു പോസ്റ്റ് ഓഫീസിൽ. അങ്ങനെ വന്നപ്പോൾ അപ്ലിക്കേഷൻ എണിച്ചപ്പം ഞാൻ കൊടുത്തത് എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്ററുണ്ട്, ആ കാർഡുള്ളതുകൊണ്ട് എനിക്ക് കിട്ടി, ജോലി കിട്ടി. അന്നത് കിട്ടിയപ്പോൾ എൻ്റെ ശമ്പളം കുറവാണെങ്കിലും അമ്മ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അമ്മ പറയാം, നിനക്ക് ശ്രീപത്മനാഭൻ്റെ മുദ്ര കിട്ടിയല്ലോടാ എന്ന് പറഞ്ഞ് ചെള്ളയ്ക്ക് 2 ഉമ്മ. അമ്മയുടെ വക ഉമ്മ. അന്നേരം അന്ന് 58 രൂപയുള്ള ശമ്പളം, 58 രൂപ ചില്ലറ പൈസയായിരുന്നു. 58 കൊണ്ട് അമ്മ കൊടുത്തോണ്ട്. ഏത് വർഷമാണ്? 70-ലാണ്. 1970-ലാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ ദൈവത്തിൻ്റെ നടത്തി തിരിഞ്ഞു നോക്കുമ്പം നടന്ന വന്ന ബാധകളെ ഓർത്താൽ നിറകണ്ണുകളോടെ പറയാൻ. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു. 64 ജൂൺ 8 കല്യാണം കഴിച്ചു. 2 ആണും 1 പെണ്ണുമുണ്ട്. ഭാര്യയുടെ പേരെന്തുവായിരുന്നു? മേരിക്കുട്ടി മാറ്റു. മേരിക്കുട്ടി. എവിടുന്ന കല്യാണം കഴിച്ചത്? മങ്ങാട് തറയിൽ ഈ പറക്കോട് ഭാഗത്ത്. എന്നുകൊണ്ട് ഭാര്യ എന്നാ മരിച്ചേ? 2010 ജനുവരി 29 മരിച്ചു. 16-ാമത്തെ വർഷം കയറി. സാറേ എൻ്റെ മൂത്ത മോനാണ്. പിന്നെ ഗുജറാത്തിൽ പോയി. അവനും സഭ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്താണ്. എൻ്റെ കൂടെ തന്നെ നിന്നാണെങ്കിലും ഗുജറാത്തിൽ പോയ അവന് സ്ഥാനപ്പെട്ടു. പിന്നെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പെങ്ങൾ എൻ്റെ മോള് സ്ഥാനപ്പെട്ടു. ഇളയവന് അനിയൻ, ഈ മൂത്തവനായും 2 ഇളയത്തെയും കൂടെ പെന്തുക്കൊക്കലായി കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനായി. കുടുംബം ചോദിച്ചാൽ പറഞ്ഞു, ഞാനോ എൻ്റെ കൂടെ സേഫിക്കും. എന്തോ ഒരു തൃപ്തി. അങ്ങനെ ദൈവം എൻ്റെ മൂത്ത മോനെ അന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. മനസ്സിലായി. ഈ പിന്നെ അപ്പം മർത്തോമായിൽ നിന്ന് വന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ മർത്തോമായിൽ നിന്നു. എത്ര കാലം കൂടെ നിൽക്കേണ്ടി വന്നു? കുറേ നാൾ നിന്നപ്പോഴാണ് അവിടുത്തെ പള്ളിയിലെ ഉപദേശിയാക്കി. മർത്തോമ പള്ളിയിൽ ഉപദേശിയാക്കി. 42 വർഷം അവിടെ അങ്ങനെ. എങ്ങനെ? 42 വർഷം മർത്തോമ പള്ളിയിൽ ഉപദേശിയായിരുന്നു. ഒരു 2-ാം ഞായറാഴ്ചയാണ് അച്ഛൻ വരത്തുള്ളൂ. ആദ്യത്തെ ആഴ്ചകളിൽ എനിക്ക് നാട്ടിൽ ജോലി ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരുന്നു. അത് അവർ ശമ്പളം വെക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അത് കമ്മിറ്റി കൂടിയിട്ട് എനിക്കൊരു ചെറിയ അലവൻസ് അന്ന് ചാച്ചിപ്പിന്നക്കാർ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2 കൈ വഴിയിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല ഉടുപ്പ്. അപ്പോൾ അന്നൊരു നേരത്തെ മരിച്ച ഡേവിഡ് ഉപദേശി അല്ലോ ചെറിയച്ഛനെ ഉപദേശിക്ക് 15 രൂപ കൊടുക്കുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ചില കുറ്റം പറയും, ഇയാൾ വലിയ പൊങ്ങച്ചം വേണ്ട, ഞങ്ങളെ 15 രൂപയില്ല. അത് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് വാങ്ങിച്ചില്ല. തന്നെയല്ല, നമുക്കൊരു ജോലിയുണ്ട്. പിന്നെ തന്നല്ല, ഈ അന്ന് അപ്പുറത്തെ ഈ 50 സെൻറ്റും അനിയൻ കൊല്ലത്തായിരുന്നു, റെയിൽവേയിലായിരുന്നു. ആദായം എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ കാര്യത്തിന് സമൃദ്ധി എന്ന് പറയാനില്ല. നെമ്മീനും കോഴിക്കറിയായിരുന്നു, വലിയൊരു ചാളക്കറിയുണ്ട്. അതുകൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ എല്ലാ ദിവസവും ഒന്നും പിന്നെ വലിയ സുഭിക്ഷമായിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. ഇല്ല. പിന്നെ അല്ലെങ്കിലും ഞങ്ങൾ പൊങ്ങച്ചം പറയല്ല, അപ്പൻ റെയിൽവേ വലിയുള്ള കുടുംബം നോക്കുന്നുണ്ട്. അന്നത്തെ റെയിൽവേ എന്ന് പറഞ്ഞാൽ അന്ന് പ്രൈമറി സ്കൂൾ അധ്യാപകന് 92 രൂപ ശമ്പളം ഉള്ളപ്പോൾ കേട്ടിട്ടുണ്ട് 140 രൂപ വാങ്ങിക്കുമെന്ന് മാസം. അപ്പം 4-ാം ക്ലാസ് പാസ്സായതുമില്ല. മനസ്സിലായി. അപ്പം അത് ഇവരാണ്. കെ എം ഡാനിയലിനെ കേട്ടിട്ടുണ്ട് സാർ? അറിയാം.
മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദർ മുഖാന്തരമാണ്. അപ്പനും എൻ്റെ വീട്ടിൽ പോസ്റ്റാഫീസിൽ ഈ പത്തനംതിട്ടയിൽ നിന്ന് വടശ്ശേരിക്ക് മെയിലെടുക്കുന്നവനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കുറേ ആളുകളെ കൺഫേം ചെയ്തു. അന്ന് ഇത് കൊടുക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് കോണ്ടാക്ട് കൊടുത്ത തിരുവല്ല മേഖലയിൽ കോണ്ടാക്ട് കൊടുക്കും. അഞ്ചലും പോസ്റ്റ് 2000 രൂപ. അപ്പോൾ അന്ന് ആ മേഖലയിൽ കുറേ പേരെ കൺഫേം ചെയ്യുമ്പോൾ എൻ്റെ ഭാഗത്ത് കിട്ടിയില്ല. അന്നേരം പുള്ളി പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞപ്പോൾ ആ KNDയുടെ ആ ഉപ്പാപ്പനായിരുന്നു അന്നിരുന്ന ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. കൊച്ചുപാപ്പി ഇനി വിഷമിക്കേണ്ടടാന്ന് പറഞ്ഞ അങ്ങേരാണ്, അങ്ങേരുടെ സ്വന്തക്കാരൻ ആളാണ്. മധുരയിലൊരു പ്രൊഫസറുണ്ട്, അങ്ങനെ നിരീശ്വരവാദിയായി മാറിയ AT കോവിലിൻ്റെ കൂടെയുള്ള ആളാണ്. അങ്ങനെ അവിടെ ഒരു ലെറ്ററും കൊണ്ട് വിട്ടു. അവിടെ ചെന്ന് വന്ന് അങ്ങേർക്ക് അടൂർ ഉമ്മനച്ചൻ എന്ന്, അടൂർ എന്താ നെല്ലിമോട്ടി ഉമ്മനച്ചൻ എന്ന് പറയുന്ന റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. മലയാളിയാണ്, ക്രിസ്ത്യാനിയാണ്, ഓർത്തഡോക്സാണ്. പക്ഷെ ഭയങ്കര സിംബ. അങ്ങനെയാണ് റെയിൽവേ ജോലി കിട്ടി. അതൊരു പിന്നെ എന്നൊക്കെ എൻ്റെ അപ്പനെ ഞാൻ ഓർക്കുമ്പോൾ അപാര ബുദ്ധിമാനാണ്. ആ ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. ഓക്കെ, ഏതായാലും അങ്ങനെ 44 വർഷം മർത്തോമായിൽ ഉപദേശിയായിട്ട് 42 വർഷം മർത്തോമായിൽ ഉപദേശിയായിട്ട് ജീവിച്ചു. അപ്പൊ ഉപദേശിയായിരുന്ന കാലത്ത് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്? ഇടക്കൂട്ടങ്ങളെല്ലാം നടന്നു. 228 വീടാ. 228 വീടുണ്ട്. ആദ്യമൊക്കെ സൈക്കിളായിരുന്നു, പോസ്റ്റ് സൈക്കിളും കൊണ്ട്. പിന്നെ ഞാൻ 2 വീലർ വാങ്ങിച്ചു. 2 വീലർ വാങ്ങിച്ചപ്പോൾ അതുകൊണ്ടൊക്കെ പോകും. പിന്നെ അവർ ഒരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന നടക്കും. ആ വീട്ടിൽ ഒരു ഇറങ്ങി പോരാൻ നേരത്തെ ഒരു 15 രൂപ ഒരുപാടുപെട്ട വിലയിൽ തരുവാൻ. 15 രൂപ വെച്ച് തരും. എല്ലാവരും അല്ല, തരും. ഒരു 100 തരുന്നവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേർ തോന്നിയാമലക്കാരൻ, ഒരു ജോർച്ചായനൊക്കെ സമൃദ്ധിയുള്ളവരാണ്. പിന്നെ ഈ വെല്ലുവിളിയെ വന്ന സഭാ ട്രസ്റ്റിയുടെ വർഗീസിൻ്റെ കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞത് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം ഡിസംബർ 29 തന്നെ ആ വെല്ലുവിളിയിലെ ഇളയ ആളിൻ്റെ മോൻ കാനഡയില്ല. അവൻ വന്നപ്പോൾ എന്നെ കണ്ടില്ല, സഭ കണ്ടില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോ ഓടിച്ചവിടെ ചെല്ലാൻ പറഞ്ഞെന്നു. കാര്യമായിട്ട് സംഭാവന കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ. അപ്പച്ചനൊക്കെ ഞങ്ങൾ സഭ വിട്ട് പോയോ? ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അപ്പച്ചനൊക്കെ സഭ വിട്ട് പോയി. തിരുവല്ലക്കാരിയാണ് അവള്. അങ്ങനെ ഇന്നും ആ സ്നേഹമുണ്ട്. അപ്പൊ ഏത് വർഷമാണ് എന്നിട്ട് ഈ മർത്തോമായിന്ന് പെന്തിക്കോസ്തിലോട്ട് മാറുന്നേ? ഇപ്പോൾ ഒരു 15 വർഷമേ ആയുള്ളൂ. 15 വർഷമേ ആയുള്ളൂ പെന്തിക്കോസ്തിലോട്ട് മാറിയിട്ട്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ എല്ലാ കൺവെൻഷനും പോകും. ഈ KC ജോണിൻ്റെ ആദ്യത്തെ മീറ്റിങ് ഈ പിന്നെ ബേർഷാവയിൽ നടക്കുമ്പോൾ PM ബിൽബ് സാറ് എന്നും പറയുന്ന IPCയിൽ വലിയൊരാളുണ്ട്, 2ാം കൊണ്ടിടുന്ന പൂവത്തുമോ മത്താച്ചൻ്റെ മോനാണ്. അദ്ദേഹം ഈ പുള്ളിയെ കൊണ്ടുവരിക, KC ജോൺ സാറിനെ. അന്ന് കോട്ടയത്ത് വടവാതിൽ എന്ന് പറയുന്നൊരു ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അന്നേരം പുള്ളിക്ക് 5-6 മിനിറ്റ് കൊടുത്തു. അന്നേരം ഈ KC ജോൺ സാർ ആദ്യം അവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ മുമ്പിലിരിപ്പുണ്ട്. ഞാനന്ന് മർത്തോമാകാരനാണ്. ഞാനീ സ്ഥാനപ്പെട്ടുകൊണ്ട് ഇത് ഓടുമായിരുന്നു എല്ലാം കേൾക്കാനായിട്ട്, വചനം കേൾക്കാനായിട്ട്. ഭയങ്കര ആർത്തിയാണ്. അതുകൊണ്ട് ഞാൻ 25 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. 26 പൂർത്തീകരിക്കാൻ പോകുന്നു. 26ാമത്തെ വായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനെല്ലാം കാണാമെന്ന് പറഞ്ഞു. ഇവിടെ ഇടയ്ക്ക് കയറി ചോദിച്ചാൽ തെറ്റും. പക്ഷേ എനിക്കുള്ള കാര്യം ഇങ്ങനെ കുറിച്ചു പോകും. ഈ കുറിച്ചതാണ് ഈ പ്രിൻ്റ് ചെയ്ത് ഇപ്പം ഞാൻ കുറിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തോ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടെന്ന് പറയാൻ ഈ പേദപുസ്തകം എടുത്തതാണ്. അല്ലാതെ യാതൊന്നും പറയാല്ല. 1955 SLCക്ക് തോറ്റുപോയി. അന്ന് തിരുക്കൊച്ചിയാണ്, കേരളമായിട്ടില്ല. അന്ന് എന്നെ മലയാളം പഠിപ്പിച്ച സാർ എന്നോട് പറഞ്ഞില്ല, ശമൽ സാർ, കല്ലുകുടി ശമൽ സാറ് പറഞ്ഞ, എടാ മത്തായി, നീ എന്തോടാ ഓടപ്പിക്കളഞ്ഞ്? ഞാൻ വിചാരിച്ചില്ല നീ ഒരു മലയാള അധ്യാപകനാണ്. അന്ന് സാറിനൊന്നും അറിയത്തില്ല, പ്രായമുള്ളവർക്കറിയാം. അന്ന് SLCക്ക് മുമ്പ് ഒരു 1.5 മാസത്തിന് മുമ്പ്, പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പ്രത്യേക ടെസ്റ്റ് പരീക്ഷ അതില്ല ഞാൻ തോറ്റ്. പിന്നെ അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് അന്ന് പിന്നെ തന്നെയല്ല, അന്ന് ഇതുപോലെ അടുത്ത ഹൈസ്കൂളുണ്ടോ 8 കിലോമീറ്ററോളം നടന്നാണ് പോകുന്നത്. വടശ്ശേരിക്കര കന്നമ്പാലത്തിട്ട് അന്ന് പടിഞ്ഞാറോട്ട് പോകണം, റാന്നി പോകുന്നു കുറേ അന്നൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഇനി ഒരു കാണിച്ച അന്ന് എമ്മമാറ്റി സാറാണ്, റാന്നിക്കാരനെ എമ്മമാറ്റി സാറാണ് എന്നെ കുരുക്കി. കാരണം ഞാൻ ഇതിൻ്റെ ഫുട്ബോൾ കളിക്കാൻ താല്പര്യം. അവർ ടീമിൽ പെടുത്തി.
നല്ലൊരു ടീമുണ്ട് ഇടക്കുള്ളത്. അന്നേരം അതിൽ ടീം പഠിച്ചുകൊണ്ട് കളിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ വന്ന ക്ഷീണം. അപ്പോൾ എന്തുവാ ഏതായാലും തോറ്റുപോയി. അപ്പന് 6 രൂപ, പിന്നെ അനിയനും പഠിക്കാൻ പഠിക്കും, പെങ്ങന്മാർ 2 അതുപോലെ വരുന്നെന്നും പറഞ്ഞു ഞാൻ പിന്നെ പോകും. അതുകൊണ്ട് പഠിത്തം ഒഴിപ്പിൽ പോയി. പിന്നെ അതുകൊണ്ട് സ്വന്തം പേര് ഇംഗ്ലീഷിൽ TM മാത്യു എഴുതാനാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പോവാ സാറേ. പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ഓർക്കുമായിരുന്നു. ഞാൻ 10 തോറ്റപ്പോൾ എൻ്റെ ഫാദർ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എടാ മൊണ്ണ തീരുമാടേന്ന് പറഞ്ഞു. അപ്പോൾ ഫാദറിൻ്റെ കണക്ക് കൂട്ടൽ ഉമ്മനദ്ദേ ഉണ്ടല്ലോ, പാസ്സായ റെയിൽവേയിലെങ്ങാനും കയറ്റാം. പക്ഷെ പറ്റാതെ. പക്ഷെ അനിയനെ കയറ്റി. അവൻ 1 വർഷം പാസ്സായി, 2 വർഷം കഴിഞ്ഞു. അങ്ങനെ എന്നിട്ടും പിന്നെ പോസ്റ്റ് ഓഫീസിൽ കയറിയപ്പോഴും പുള്ളിയുടെ സന്തോഷമായിരുന്നു. എന്നീ പച്ച പിടിച്ച് വരട്ടണല്ലോ. എന്നിട്ട് ഇനി രണ്ടാമത് പറയുന്നൊരു പൊങ്ങച്ചൻ പറയാം, ഈ ഊണുമേശയല്ല അകത്ത് കിടപ്പുണ്ട്, പഴയ ഊണുമേശ. അത് ചോറ് ഞായറാഴ്ച ഉണ്ണുമ്പോൾ എൻ്റെ ഫാദർ ഇരിക്കുമ്പോൾ ഞാൻ ആ പള്ളിയിൽ പ്രശ്നമായിരുന്നു. ഫാദറില്ല പൂർ ബോസ് ഇരിക്കുന്ന മദ്യപാതി. എല്ലാ ഞായറാഴ്ചയും പുള്ളി കാണത്തില്ല. ചോറ് കൊടുക്കുമ്പോൾ അമ്മയോട് ചോദിക്കുക, എൻ്റെ അമ്മയെ വിളിക്കുന്ന എടി പോടി എന്നൊന്നും വിളിക്കും, പൊന്നുംകുടം എന്ന് പറയും. എടി പൊന്നുംകുടമേ, ഇവനിത് എവിടുന്ന് പഠിച്ചു? മോൻ്റെ പ്രസംഗം കേട്ടിട്ട് അവിടെ അമ്മ പറയാ, ആ ചാക്കെടുത്ത് നോക്ക. മറ്റേ ഞാൻ ഈ രാവിലെ കഴിയുന്നറിയാം, അന്ന് തിണ്ണയാ ഈ ഒരു 2 രൂപയുടെ പഞ്ചാര ചാക്ക് വാങ്ങിച്ച് കഴി ഉണക്കി വെച്ചിരിക്കുക. പായൊന്നുമല്ല, ചാക്ക് തറയിൽ ഇട്ടിട്ട് പുസ്തകമൊക്കെ വെച്ചിട്ട് വായിച്ചും കുറിച്ചും ഇരിക്കും. ഇവൻ ഇതാ പണി രാവിലെ. എന്തേലും പറയുമ്പോൾ ഇച്ചിരി കഴിയട്ടമ്മ ഇച്ചിരി, അന്നൊക്കെ ഇച്ചിരി നിലം കൃഷിയുണ്ട് അവിടെ. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അന്ന് പറയാം, ഇതാണ് എൻ്റെ ജീവിതത്തിന് ആധാരമായിട്ട്. അതിൻ്റെ കാര്യം മൂത്താമ്പാക്ക് കൊച്ചുഞ്ഞി ഉദ്ദേശിയുടെ ഒരു സഹശിഷ്യനായിരുന്നു എൻ്റെ അമ്മയുടെ. അങ്ങനെ ഈ കോഴിച്ചേരി പള്ളിയെ ഉദ്ദേശിയായിരുന്നു, പൊടിയച്ചിൻ്റെ ഉദ്ദേശം സാധു പൊടിച്ചെന്നാണ് പറയുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാ. അമ്മയും മാനസാന്തരപ്പെട്ടതാണ്, സ്ഥാനപ്പെട്ടല്ല. വൈകിട്ടൊക്കെ വേദവസം പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊക്കെ വല്ലായിരുന്ന ഇങ്ങനെ എത്രയോ പ്രാവശ്യം കല്ലിടിക്കും. എന്തുവാടാ ഇങ്ങനെ നല്ല അച്ചടക്കത്തിൽ ഭക്തിയുള്ള കുടുംബമായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്നും കണ്ട് ഉള്ള കാര്യം പറയണമല്ലോ സാറേ. എൻ്റെ ഫാദർ രഹസ്യമായിട്ട് ചൂടി വലിക്കും. അമ്മ വഴക്ക് പറയാറ്, 2 ആമ്പിള്ളേരാ. അമ്മ പറയുന്ന ആമ്പിള്ളേരാ, അമ്മ 2 ആമ്പിള്ളേരാ, അമ്മമാർ ഇത് കണ്ടു പഠിക്കത്തില്ലയോ എന്ന് പറഞ്ഞ് അമ്മ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ഫാദർ യെസ് നോയും മറുപടി പറയട്ടെ. പറയാതെ എനിക്ക് 40 വയസ്സുള്ളൂ എൻ്റെ ഫാദർ മരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനും കൂടെ വഴക്ക് കൂടി ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ല. അമ്മ വലിയ മാലാഹയൊന്നും ആയിട്ടല്ല, അമ്മ മുൻകോപിയ എന്നെ എത്ര പ്രാവശ്യം തോളയ്ക്ക് അടിക്കുക, എന്തോ പറഞ്ഞാലും ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അത് ഞാൻ എന്നും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നും അത് രാവിലെ തിരിച്ച് എന്നും പാടും അമ്മ, അത് തന്നെ പാടും. ഞാൻ ചോദിച്ചു തന്നെ, നീ ചുമ്മാരാ പാടാ എന്നും. കുഞ്ചുക്കുറുവിൻ്റെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷം ഞാൻ കളിച്ചു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. പിന്നെ അതോ അന്ന് വടശ്ശേരിക്ക് ജനിച്ച് വളർന്ന സമയത്ത് ഒരു മലയാളപ്പുഴ തോടും കഴിഞ്ഞ് കുറേ ഉള്ളിൽ പോകണം പള്ളിയിൽ. അന്നൊരു സൺഡേ സ്കൂളിൽ നിന്ന് രാവിലെ അവിടെ പോകണം. ഇച്ചിരി തലേദിവസം കലത്തി വെച്ചേക്ക് ഇച്ചിരി ചോറ് വെച്ചിട്ട് മോരിൻ്റെ തുള്ളി കഴിച്ച് ഇളക്കി തരും, അല്ല കൂട്ടാൻ. അത് പള്ളിയിൽ കഴിഞ്ഞേ വരാവും, അങ്ങനെ നിർബന്ധിക്കും. അന്നൊക്കെ ഈ പിന്നെ മാരാവൺ കൺവെൻഷൻ തുടങ്ങിയ ഒരാളുണ്ട്, ആ അച്ഛൻ്റെ കുടുംബക്കാരാണ് ആ പള്ളിയിലെ ഉപദേശി, കുറുന്തോട്ടിലെ ഉപദേശി എന്ന് പറയും. അത് ദിവസം പറയാമെന്നറിയാം, സക്കായിയുടെയും മുടിയുമൂത്തുള്ള കഥയാണ് പറയാം, അല്ലാതെ വചലെടുത്ത് പറയാം. ഓക്കെ, പിന്നെ ഇപ്പം അച്ഛൻ 88 വയസ്സുണ്ട്. മോനൊക്കെയാണോ കൂടെയുള്ളത്? ഇളയ മോൻ്റെ കുടുംബം ഇതാ എൻ്റെ കുടുംബം. ഇതാ ഇവിടെ വന്ന് വാങ്ങിച്ച് ഈ കുടുംബത്തിലാണ്. അത് 24 സെൻറ്റ് സ്ഥലം അവന്, അപ്പുറത്തെ 10-24 സെൻറ്റ് 20 കൊള്ളുണ്ട് അനിയന്. ഓക്കെ, ഇവിടെ IPC സഭയിലെ പുനലൂർ സെൻറ്ററിലുള്ള അടുത്ത് ഒരു 30 മീറ്റർ ഉള്ളൂ. അവിടെ ഞാൻ പറയാം, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ സെക്രട്ടറി ആയി. അതെ, മർത്തോം പള്ളിയിലെ ഉപദേശിയായിരുന്ന ആള് IPC വന്നിട്ട് സെക്രട്ടറി ആയി. ആ കാര്യം ഞാൻ ട്രാക്സ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഉപദേശി തന്നെ എന്നോട് മിക്ക പറയാം, ഞാൻ തന്നെ പറയാം, ഞാൻ ചൗക്കറോട് ചട്ടമ്പി അടിക്കും ഓണവാരത്തിന് ഈ അച്ചായൻ ട്രാക്സ് എൻ്റെ കൊണ്ട് തന്നു, എന്നെ പൊക്കി. അതുകൊണ്ട് പറഞ്ഞു ഞാൻ കുറേ വർഷമായിട്ട് അവിടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം ഇന്നാൾ ഈ 88 കയറിയപ്പോൾ ഇവിടെ വെച്ച് പാസ്റ്ററെ വിളിച്ച്, പാസ്റ്റർ ഞാൻ ഈ വയസ്സ് 80 ആയതിനു ശേഷം എന്തെങ്കിലും ഒരു ദിവസം പാസ്റ്ററെ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ആ ഡേറ്റ് ഒന്നും നോക്കാറില്ല. ഇപ്രാവശ്യം വിളിച്ചപ്പോഴും പറയാം, ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഇനി ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അതിനെ എന്നെ മാറ്റും.
അച്ഛൻ അങ്ങനെയൊന്നും പറയാറ്, അച്ഛൻ ചുമ്മാ കരുതാൻ വൈസ് പ്രസിഡൻ്റാണെന്നും പറയാം. എന്തുവാ ഒരു കാര്യമുണ്ട്, പഴയ ബൈബിൾ ക്ലാസ്സോ അങ്ങനൊന്നും ഇല്ല. അത് ഞാൻ സങ്കുടി സാറിനോട്, ഞങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിലായിട്ട് സാറെ വിളിച്ച് ശീലം തെറ്റിദ്ധരിക്കുന്നത്, അത് കളിയാക്കാൻ കുഴപ്പമില്ല. പിന്നെ അച്ഛനെ പോലെ 88 വയസ്സുള്ള ഒരാൾ എന്നെ കയറി സാറേ എന്ന് വിളിക്കുമ്പോൾ പിന്നല്ലേ ഞാൻ പേര് വിളിക്കാവും. അതല്ല കുഴപ്പമില്ല, വിളിച്ചോ അച്ഛന് ഇഷ്ടമുള്ള. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറെന്നായിരുന്നു വിളിക്കുന്നത്. അതൊരു മെത്തേഡാണ്. അതാണ്, അതുകൊണ്ട് ഞാൻ ആരെയും പിന്നെ പേര് വിളിക്കാനും എല്ലാവരും സാറെന്ന് വിളിക്കും. ഓക്കെ, അച്ഛൻ ഇനിയുള്ള ആഗ്രഹം എന്തുവാ ജീവിതത്തിൽ? എൻ്റെ കർത്താവിൻ്റെ തന്നെ ചേർക്കപ്പെടുന്നു, അവിടെ പോകാൻ ആഗ്രഹിക്കുക. ഒരു കാര്യമുണ്ട്, കിടന്ന് ഭാര്യ പോയില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരാഴ്ച മുമ്പേ പള്ളിയിൽ ഒന്നിച്ച് നിന്ന് പുല്ലാട്ടുകാരൊരു 50 വീട്ടുകാരവിടെ ഉണ്ട്. 3-4 അപ്പന്മാർ വന്നു. അതെല്ലാം ഞങ്ങളെല്ലാം മർത്താമയിൽ ഒന്നിച്ച് നിന്ന്. കുളപ്പാറ പാപ്പൻ എന്ന് പറയും, തോമസ് എന്ന ആർക്കാടെ. അവന് അവസാനപ്പെട്ടില്ല. അവൻ്റെ ചേട്ടൻ്റെ മകനും അനിയൻ്റെ മകനും ഒക്കെ മർത്താമയിൽ അച്ഛന്മാരാണ്. വലിയ മർത്താമ സ്പിരിറ്റുള്ള. അവന് വല്ലാതായപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞു, ഞാനും അവനും ചേട്ടൻ അനിയൻ പോലെ ആയിരുന്നു. അവനും പള്ളിയിലെല്ലാം താല്പര്യം, സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഞാൻ ഓട്ടോ പിടിച്ച് കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉള്ളിൽ. അവനെ പോയി കണ്ടപ്പോൾ അതിന് ശേഷമാണ് എനിക്കെന്തോ ചെയ്യണം, ഒരേ കിടപ്പ് കിടക്കുക, വിഷമമായി പോയി കണ്ടപ്പോൾ അല്ലേ, കുളപ്പാറ പാപ്പൻ. പക്ഷെ അവനെന്നെ മാറ്റിച്ചാന്ന് പറഞ്ഞ ജീവങ്ങളെ. സൺഡേ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിച്ച, ഞാൻ അൽമായ ശുശ്രൂഷകനായിരുന്നു. ഞാൻ അവിടെ ചർച്ച സെക്രട്ടറി ആയിരുന്നു. ഞാൻ സെക്രട്ടറി ആയപ്പോൾ അൽമായ മോനെ സെക്രട്ടറി ആക്കി അച്ഛനെന്ന്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്നേഹമാണ്. വടക്കെന്നുള്ള ഒരു സ്പിരിച്വൽ പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു, തെക്കരും വടക്കരുമായിട്ട്. അതിൽ ഞാൻ അതിൻ്റെ ഈ വടക്കൻ ഡൽഹിയിൽ ഞാൻ കണ്ണംകുളം ചോദിച്ചാൽ ഞാനും ഒക്കെ അതിൻ്റെ ഒരു ലീഡറാണ്. അങ്ങനെയുള്ള കാര്യമൊക്കെ. ഇന്നെന്തോ മാർത്തോമാ സഭയെക്കുറിച്ച് അച്ഛൻ എന്തോ പറയാനുള്ളത്? എനിക്ക് മാർത്തോമാ സഭയെക്കുറിച്ച് വളരെ നല്ലതേ പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഈ പിന്നെ ഷാനും അംഗീകരിച്ച് ഈ കുപ്പായി എടുത്ത് കളഞ്ഞാൽ നാളെ ഞാൻ പള്ളിയിൽ പോകുന്നു, തിരിച്ച് പള്ളിയിൽ പോകും. ഉപദേശമുള്ള സഭയില്ല, അച്ചടക്കവും ചിട്ടയുണ്ട് തന്നെ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അച്ചടക്കം കൊണ്ട് നല്ല ചിട്ടയുണ്ട് തന്നെയല്ല. പക്ഷേ പിണങ്ങല്ലേ, പാസ്റ്റർമാരെ ഞാൻ കാണുന്ന മഹാപുരോഹിതന്മാരായിട്ട് പാസ്റ്റർമാർ. അല്ലാതെ അവിടെ പെന്തക്കോസിൽ ഞാൻ ആ കാലത്ത് ചെന്ന് എന്തെങ്കിലും ഒരു 4 വാക്ക് പറയാൻ അവസരം കിട്ടും, എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ എന്താ പറയുക, അവിടെ നിന്നത് കൊണ്ടല്ലേ. പെന്തക്കോസ് ഇപ്പം ഞാൻ 15 കൊല്ലമായി പാസ്റ്ററോടെ പോകുന്നു, 16ാമത്തെ വർഷം. ഞാൻ ഇറങ്ങിയിട്ട് 16-17 വർഷമായി. IPC വെച്ചാൽ സറണ്ടർ ചെയ്തു, താമൂർ IPC വെച്ചാൽ. അവിടുത്തെ ഞായറാഴ്ച മാത്രം അവിടെ അങ്ങനെ നിന്നാ. പിന്നെ ഞാനിവിടെ IPC പറയാം. എന്തുവാ സാറേ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇനി പറയാൻ കൊള്ളാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 39 സങ്കീർത്തനം ഞങ്ങളുടെ ഫാസ്റ്റ് വായിച്ചു. ഞാൻ ഇപ്പം ഞായറാഴ്ച പോയ ആശീർവാദം വരെ ഇരിക്കുന്നില്ല, സ്വതരാഴ്ച ഇട്ടിട്ട് കർത്തൃമേശയുണ്ട്, അതുകൊണ്ട് സംബന്ധിക്കില്ലാതെ. അന്ന് പുള്ളി 39 സങ്കീർത്തനം വായിച്ച് ഉടനെ പുള്ളി എടുത്തൊക്കെ പറഞ്ഞിട്ട് ധ്യാനത്തിൽ തീ കത്തി എന്നൊക്കെയുള്ള ഭാഗം വായിച്ചിട്ട് പുള്ളി. ഞാനിവിടെ വന്ന് വൈകിട്ട് ഞാൻ വിളിച്ചു, പക്ഷേ എന്തോ അച്ഛാ, ഞാൻ പറഞ്ഞു ഞാൻ എന്തോ പക്ഷേ ധ്യാനത്തെക്കുറിച്ച് എന്താ അച്ഛൻ എന്തായി പറയുന്നത്, ഞാൻ എത്രയോ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറയാതെ പൊറിഞ്ഞു. അവിടെ പറയേണ്ടത് ധ്യാനത്തിൽ തീ കത്തിയെന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെ അതേ സമയത്ത് ഞായറാഴ്ച ഞാൻ പോയില്ല, അത് ചുണ്ടിയുണ്ട്. ഇപ്പോൾ സമയത്ത് ഷാജിയമ്പോൾ പൗർവിഷൻ്റെ എടുക്കുക, ഒരു സങ്കീർത്തനം എടുത്തിട്ട് എനിക്ക് തോന്നുന്ന എൻ്റെ ഓർമ്മ ശരി തെറ്റുണ്ട്, എനിക്ക് ക്ഷമിക്കണം. 118 സങ്കീർത്തനം. എന്തുവാ ധ്യാനം, 20 മിനിറ്റ് 22 മിനിറ്റ് എടുത്തു, നിർത്തിപ്പോയല്ലോ എന്ന് ഓർക്കും. അമ്മ ഞാൻ പിറ്റേ ദിവസം പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പറഞ്ഞത് പാസ്റ്റർ കിട്ടപ്പെട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഷാജിയമ്പോൾ പാസ്റ്ററുടെ 118 സങ്കീർത്തനം പാസ്റ്റർ ഇതിൽ കിട്ടുമെന്നുണ്ട്, അവർ പറയുന്നുണ്ട് ഇത് കിട്ടും. സമയമില്ല എനിക്ക് അന്നേരം പറയാം. ഞാൻ പുത്തൂര് പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ ആയുർവേദ ആശുപത്രി തീരുമാനം ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ വിളിക്കാണ്. വചനം എൻ്റെ പൊന്ന് പാസ്റ്റേ, ഇതേ TG ഉമ്മച്ചൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. 10,000 ഞാൻ ഉമ്മച്ചൻ ഞാൻ പറഞ്ഞ് ക്ഷമിക്കും, ഞാൻ 10,000 അപ്പച്ചൻ എന്നാണ് പറഞ്ഞത്. അങ്ങേരെയൊക്കെ ക്ലാസ്സിലിരുന്ന് എന്താ പറയുക, ഞാൻ ഒത്തിരി ക്ലാസ് അങ്ങയുടെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ ഈ 28 മുതൽ 31 വാക്യം ഒരാഴ്ച പറഞ്ഞതൊക്കെ തീർന്നു. 10,000 അപ്പച്ചൻ്റെ ക്ലാസ് കാണും, പുസ്തകം തുറക്കത്തില്ല.
എൻ്റെ അമ്മയുടെ ഒരു കസിനാണ്, ഫസ്റ്റ് കസിനല്ല, KK ചെറിയൻ പാസ്. അദ്ദേഹം പേപ്പർ മില്ലോടെ വരുമായിരുന്നു. പിന്നെ തോന്നിയാമല്ലക്കാരന് KK ചെറിയൻ പാസ്. അദ്ദേഹം എൻ്റെ അമ്മയും തോന്നിയാമല്ല അടുത്താണ്, കളിയിക്കലും പുളിക്കലും. അന്നേരം ഞാൻ അമ്മയുടെ ബന്ധമൊക്കെ പറഞ്ഞ് അവിടെ പോയിരുന്നു. KK ചെറിയൻ പാസ്റ്റൊക്കെ എടുക്കണം ക്ലാസ്. അയ്യോ എന്തോ വേദോത്സവം. അങ്ങനെ ഇപ്പോൾ ഞാൻ നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വൈബ് ക്ലാസ്സൊന്നും കേൾക്കുന്നില്ല. പണങ്ങല്ലേ പാസ്റ്റോടാ പറയുന്നത് എനിക്കറിയാം. അതേ സമയം പവർ വിഷനിൽ ഷാജിയം പോളൊക്കെ എടുക്കണം ക്ലാസ്. ഷാജിയം പോളും പിന്നെന്തുവാ പിന്നെ റാന്നി അറ്റിക്കയത്തുകാരനൊരു ചെറുപ്പക്കാരൻ വലുത് സ്വന്തം അനീഷ് തോമസ് എന്തുവാ ഡീപ്പ് തോട്ട്സാണ്. അതവിടെ പറയാം. അവ ആരെടുത്താൽ പ്രിൻസ് തോമസ് എടുക്കുവാന്ന് കാലോചിതമായിട്ട് കൊണ്ട് അങ്ങ് ടച്ച്. പ്രിൻസ് തോമസിൻ്റെ ഏത് പ്രസംഗത്തിനും കാലോചിതമാണ് എടുത്തതല്ലേ. നല്ല ഞാൻ ഒരു കാര്യം, ഇത് ഈ കൊച്ചു SLCക്ക് പഠിക്കുമ്പോഴാണ് മോൻ ഇവിടെ ഇരുന്ന് കൊണ്ട് ഇളയവൻ വന്ന് അവിടെ കൊണ്ട് വെച്ചത്. അത് നടത്തിപ്പോയി. അതുകൊണ്ട് എന്താ ഇവിടുന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ 1950 ഈ സ്കൂള് തുറച്ച സമയത്ത് യൂഹാനൻ തിരുമേനിയുടെ പെങ്ങടമ്മ ഒരു സ്കൂളാണ്. ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ വടശ്ശേരിക്കൽ TT തോമസ് മെമ്മോറിയൽ UP സ്കൂൾ. അവിടെ വെച്ച് പിള്ളേരെ ചേർക്കാൻ അന്ന് 1.5 രൂപ ഫീസ് വേണം. അധികം പേര് പിള്ളേരെ ചേർക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സ്കൂള് തുറന്ന് ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ വൈകിട്ട് 7 ദിവസത്തെ വൈകിട്ട് യോഗം നടക്കും. മാവേലിക്കരയ്ക്ക് അടുത്ത് അവിടെ വിക്കൻ ഏലിയ മുമ്മൻ എന്ന് പറയുന്ന ഒരു പിന്നെ യാഗ നല്ല ഇടയിൽ നിന്നുള്ള പാട്ട് എഴുതിയ പി.ഡി. ജോൺ ഒക്കെ അന്ന് അനാഥബാലൻ്റെ അടുത്ത ജോണൊക്കെ അന്ന് പാടുക. അതിലാണ് ഹൃദയം കർത്താവിന് കൊടുത്തത്. അന്ന് പള്ളി സ്കൂളിൻ്റെ മുറ്റത്താണ്. അപ്പോൾ അന്ന് മെടഞ്ഞോലയിലാണ് പ്രായമുള്ളവരിയ്ക്കുന്നത്. ഞങ്ങൾ പച്ചോല വെട്ടി അങ്ങനെ ഇരിക്കും. ഒരു 200 പേര് താഴെ കാണത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടായ്മയിൽ ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തു. തുറന്ന് ഹൃദയം എന്താ കർത്താവ് എന്താണെന്ന് ഒരു ചുക്ക് വന്നറിഞ്ഞൂടെ. 10-11 വയസ്സുള്ള സമയത്ത് ഏതായാലും ഞാൻ 4ാം ക്ലാസ് ജയിച്ച് 5ാം ക്ലാസ് ചെന്ന ആ വർഷമാണ് സാറ് കേട്ടിട്ടുണ്ട് പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. പ്രിപ്പറേറ്ററി അത് നിർത്തി ആ വർഷം. അന്നേരം പിന്നെ സൺഡേ സ്കൂളിലെ പള്ളിയിലായിട്ട് അമ്മ വന്ന് എന്നെ പഠിപ്പിക്കുന്ന വല്യത്ത് തോമാച്ചേട്ടൻ ഞങ്ങൾ വിളിക്കും. തോമാച്ചേട്ടനോട് പറയാം, അമ്മ വാതിക്കെന്ന് പറയാം, കുഞ്ഞമ്മായി എന്തോ ചേട്ടത്തി അവൻ ഹൃദയം കർത്താവിന് കൊടുത്ത് അവനെല്ലാം പറഞ്ഞു കൊടുത്തു. ആ വല്യത്ത് തോമാച്ചേട്ടനാണ് പിന്നെ ആ പഴയ ആ പള്ളിയിലെ ഉപദേശിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എൻ്റെ അപ്പൻ്റെ പേര് എൻ്റെ അപ്പൻ്റെ കാറ്റഗറീസാണ്. കൊച്ചുവാപ്പിന്ന് കൊച്ചുവാപ്പി വിളിച്ച് അങ്ങനെയാണ്. അങ്ങനെ ജ്യേഷ്ഠോപ്പിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷ പുസ്തകം തന്നു. ഇങ്ങനെയൊക്കെ മരിച്ചു. അങ്ങനെ കേട്ടത് ഇവിടെ ഞാൻ ജോലി ആയതുകൊണ്ട് ഇനി അടക്കത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മനോരമയിൽ കണ്ടപ്പോഴാണ് അറിയുന്നത്. അന്നേരം പറയുന്ന അങ്ങനെ പോലെ ഭക്തന്മാരുള്ള പക്ഷേ അങ്ങനെ മർദ്ദമ സമയത്ത് ഇവാഞ്ചലിക്ക് ചേർന്നാണ് മരിച്ചത്. അതുകൊണ്ട് ഞാനും മർദ്ദമായിലിരിക്കുമ്പോൾ മർദ്ദം ഞാൻ കുരിശ് വരയ്ക്കത്തില്ല. അദ്ദേഹം ഞങ്ങൾ സന്ദർശനം അന്ന് ഇടവും വലവും പിന്നെ പറയുന്നത് ഇടത്തുള്ളവരെ വലത്താക്കിയെന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കണം. അങ്ങനെ ഒരു പ്രമാണം വേദവസ്തുത ഇല്ലടാന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ജ്യേഷ്ഠത്തിൽ. ഞാൻ മരിക്കുന്ന വരെ കുരിശ് വരയ്ക്കുന്നതല്ല. ഞാൻ പള്ളിയിൽ ദൈവവേദന പരിശുദ്ധനാണെന്ന് എടുക്കുമ്പോൾ ഞാൻ കുരിശ് വരയ്ക്കത്തില്ല. ക്വസ്റ്റ്യൻ ചെയ്തു, കമ്മിറ്റിക്കാരെന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ മാറ്റിയത്, ഞാൻ കുരിശ് വരയ്ക്കും. അങ്ങനെയൊക്കെയുള്ള പ്രയാസം ഒത്തിരി സ്നാനപ്പെട്ടതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു. അന്നേരം അന്ന് എന്നോണച്ചൻ പറഞ്ഞിട്ടോ അച്ഛൻ രാവിലെക്കരക്ക് അറിയപ്പെടുന്ന പറയുക, ഈ സക്കായിയെ മുടിയുമ്പോത്തിൻ്റെ കഥ മാത്രം മതിയാ നമ്മുടെ എന്നെ ബ്രദറിനെ പോലെ ഒരു തിങ്കിങ് ലൈഫ് വേണ്ട. ബൈബിൾ വായിച്ച ഒരു തിങ്കിങ് ലൈഫ് വേണ്ട. ഇവരൊക്കെ എഴുന്നേറ്റ് എന്തെങ്കിലും പറയുന്നു. അപ്പോൾ ഒരു ഇടവണ്ണുകാരൻ പറയുക TG വരേശൻ അച്ഛൻ ഇവിടെ ഇരുന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് പറയാണ്, എടോ താൻ ഇതെവിടെ നടുവ് പഠിച്ച് ഞാൻ പറഞ്ഞ അപ്പോൾ അച്ഛൻ സർവീസുള്ള അച്ഛനാണ്. അത് ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് പറയാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ വാക്കൊക്കെ വരും, എനിക്കറിഞ്ഞൂടാ, അത് ദൈവം തന്നെ എന്ന് പറയാം. അതുകൊണ്ട് ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികൻ അന്നേരം ധരിക്കരുത്. പക്ഷേ ധ്യാന ചിന്തകൾ ധാരാളം പറയാൻ സാർ ഞാൻ പിന്നെ ഞങ്ങളുടെ ഭാഷ എന്നെ പോയിച്ച് എന്താണെന്നറിയാം, ഇത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ നിലവും പുരോടും കാറും എൻ്റെ വീടൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് പിന്നെ 1 മുതൽ 3 മുതൽ 14 വരെയുള്ള വാക്യം അടയാളം. അപ്പോൾ ഇവിടെ കൈറ്റാപ്പറ്റി ചേച്ചിയുടെ വീട്ടിൽ വെച്ചാൽ പറയുന്നത് പുള്ളി പറഞ്ഞൊരു വാക്യത ഞാനിപ്പോൾ ഇന്നലെയും വായിച്ചു. പക്ഷേ അച്ഛൻ പറഞ്ഞ ചിന്ത എന്നെ മനസ്സിൽ തട്ടി.
വീണ്ടെടുത്തു. അല്ല, അത് 7 കാര്യം എനിക്കിപ്പോൾ അറിയാമായിരുന്നു, ഞാൻ മറന്നു. അവസാനം പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി തന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം കൊണ്ട് പൊങ്ങറ്റാൻ പറയാം. ക്രിസ്തോസം തിരുമേനി എല്ലാവരും അംഗീകരിക്കാൻ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ച് എനിക്കൊരു പ്രസംഗത്തിന് അവസരം കിട്ടി. ഇപ്പോൾ പുള്ളി അവിടെ ഇല്ല, ഒട്ടേറെ ജൂബിലി മന്ദിരത്തില്ല. ഞാൻ ഈ മാർത്തോമ സഭ, അവർക്ക് ഈ മാർത്തോമ സഭയിൽ ഇങ്ങനെ ഇതുണ്ടോയെന്ന് 10ാം മാസത്തിൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി, 10ാം മാസം. അപ്പോൾ അച്ഛന്മാരും ഉപദേശിമാരും ഓരോ പള്ളികളിൽ പോവുക. എനിക്ക് ഇന്ത്യക്കാട് പള്ളിയിൽ കിട്ടുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ട്രാൻസ്പോർട്ട് കണ്ടക്ടർ എന്നെ കാക്കിക്കൂടി പൊട്ടിങ്ങനെ നടക്കുന്ന കണ്ടിട്ടുള്ളൂ. അവന് സംസാരിച്ച് പരിചയപ്പെട്ടു, അയാൾ ഭക്തനാണ്. അവിടെ പള്ളിയിൽ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പറയാം, സാറേ ഇന്ന് ഈ ജൂബിലി വന്നിട്ട് എല്ലാ തിങ്കളാഴ്ച പോയിട്ട് ഒരു ദിവസം സാറ് വരണം. ഞാൻ പറഞ്ഞു എന്നെ ആരും പരിചയമില്ല, അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രസംഗിക്കാൻ അവസരം തന്നു. പ്രസംഗിക്കാൻ പീഠത്തിലോട്ട് കയറിയപ്പോൾ ക്രിസ്തോസിന് 2 അച്ഛന്മാരും കൂടെ വരും. അച്ഛൻ്റെ ക്യാമ്പ് ഷെഡ് അവിടെ. അങ്ങനെ വന്നപ്പോൾ ഞാനന്ന് പമ്മിയപ്പോൾ പറഞ്ഞു, അച്ഛൻ തിരുവേനി പറഞ്ഞു, ഞാനന്ന് ഇതെടുത്തു. എടുത്തപ്പോൾ എന്താണെന്നറിയാം, ഈ 14ാം സംഗീതത്തിൽ സിയോൻ രക്ഷ ഇസ്രയേൽ യാക്കോബ് സന്തോഷം ഇസ്രയേൽ ആനന്ദിക്കുക എന്നുള്ള സബ്ജക്റ്റ് എടുത്തു. സന്തോഷവും ആനന്ദം എന്താ. അപ്പോൾ ലൂക്കോസ് 15 വെച്ചുകൊണ്ട് 100 ആട്, ആടിനെ തിരിച്ചു കിട്ടിയപ്പം സന്തോഷം, ദ്രമ്യവ സന്തോഷം, ആനന്ദം മുടിയുമ്പോൾ തന്നെ മടങ്ങി വന്നതെന്ന് പറയും. അത് അറിയാവുന്ന നിലയൊന്ന് അവതരിപ്പിച്ചു. ഒന്ന് ക്രിസ്തുസ് തിരുമേനി പറയുക, ഈ പിന്നെ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ലല്ലോ, എവിടെ എന്തെന്നൊക്കെ ചോദിച്ചിട്ട് പറയാം, ഞാൻ ഇത്രയും നാൾ വായിച്ചെന്ന ഈ ചിന്ത എനിക്ക് വന്നില്ല. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാ. അത് പൊങ്ങച്ചൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. അച്ഛനെ പൊങ്ങച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുപോലെ വേറെ പൊങ്ങച്ചൻ എല്ലാം പറയാനുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞ് പിന്നെ ഉടനെ കാര്യമൊക്കെ പറഞ്ഞു തന്ന് തിരുമേനി, നമ്മുടെ സഭയുടെ ഐശ്വര്യം ഇങ്ങനെയുള്ള അയ്മേനികൾ നമ്മുടെ സഭയ്ക്കുണ്ട്. ഇതാ പൊങ്ങി പറഞ്ഞു. ചിന്തിച്ച് വായിച്ച് ചിന്തിക്കുന്നവർ തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 2 കാര്യം, ഇനി തിരുമേനി എടുത്ത് കൈമുത്താനും പോകുന്നില്ല. ബൈബിളിലൊന്നും ഇല്ല ഇതിനകത്ത്. മനസ്സിലായി. അതുകൊണ്ട് ഏത് തിരുമേനിയായിരുന്നു ഏറ്റവും ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുമേനി എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽപ്പെട്ട എലന്തൂർ താഴേമണി ഒരു തിരുമേനിയുണ്ട്. താഴേമണിയിൽ അദ്ദേഹം മരിച്ചു. അപ്പോൾ ആൻഡമാനിൽ കിടന്നാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹം തൊട്ടടുത്ത ബന്ധമല്ല, അമ്മയുടെ ഒരു കുടുംബ ബന്ധപ്പെട്ടവരാണ് താഴേമണ്ണിക്കാരും. അമ്മ പൊങ്ങി പൊക്കറ്റം പറയാൻ. വേറെ പൊങ്ങച്ചം വല്ലോ അച്ഛന് പറയാനുണ്ടോ? എനിക്ക് പൊങ്ങറ്റം പറയാനുള്ള ഇതാണ്, യേശു എന്നെ രക്ഷിച്ചു. വലിയ വലിയ പണക്കാരും ഉന്നതന്മാരും കെ എബ്രഹാം സാറിൻ്റെ 5 പ്രാവശ്യത്തെ പ്രശ്നം കേൾക്കാനിടയായി. കെ എബ്രഹാം സാറിൻ്റെ കൈ തരാനായിട്ട്. അതുപോലെ ഉന്നതനായ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് രാജുബോക്കാല പാസ്റ്റർ. അദ്ദേഹത്തെ സാക്ഷ്യം, അദ്ദേഹം കോട്ടോട്ടം ചർച്ചക്കോടി കൺവെൻഷൻ പ്രസംഗിച്ച് ഞാൻ പോയപ്പോൾ ഞങ്ങൾ 4-5 പേര് നിന്നിടത്താണ് പുള്ളി ഇറങ്ങി വേണം ഞാൻ കൈ തന്നു. അങ്ങനെ കൈ തന്നു. ഞാൻ ആ 2 കൈ ഒറ്റ വലുതായിട്ടാണ്. പിന്നെ സാറിൻ്റെ സഭയിൽ ഒരു കൊച്ചു പയ്യനുണ്ട്, അവനിപ്പോൾ സമ്മതിക്കുമെന്ന് തന്നെയുള്ള പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളാണ്. അവന് കൊല്ലൂരിനുള്ള സാംസ്കറിയ സ്കറിയ ഗുഡ് ന്യൂസിലൊക്കെ ലേഖനം വരും. അവൻ്റെ അമ്മയൊക്കെ എൻ്റെ ഒരു ബന്ധുക്കനാണ്, പെൺപെട്ടിക്കാർ. അവൻ എൻ്റെ ഈ വീട്ടിൽ വെച്ച് പഴയ പൊളിച്ച് കളഞ്ഞ വീടിൻ്റെ വീട്ടിൽ വെച്ച് ഉള്ള കൂട്ടായ്മ വെച്ച് അവൻ്റെ തല ഞാൻ കൈവച്ച് അവൻ അന്യഭാഷ. ശരി, അവനിപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അവൻ വലിയവനായി ഞങ്ങളുടെ സഭയിലാ. അവന് പ്രൊഫസർ സാംസ്കറിയ. അത് പെരുമ്പട്ടി അച്ചായനും ആ കൊച്ചമ്മ ഭയങ്കര പ്രാർത്ഥന വരികയാണ്. അവർ മുഖാന്തരം എലിക്കോട് ചർച്ചക്കോടുണ്ട്. മനസ്സിലായി. നല്ല അച്ചായനത്ര കള്ളനെന്നല്ല, അച്ചായൻ ആ കൊച്ചമ്മയുടെ കൂട്ടൊന്നുമില്ല. അച്ചായനെ മാനസാന്തരപ്പെടാൻ കാരണം കൊച്ചമ്മയെ അച്ചായൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു സാങ്കുട്ടി. ഞാൻ വല്ലപ്പോഴും ഫോൺ വിളിച്ച് എടുക്കുമായിരുന്നു, ഇപ്പോൾ എടുക്കത്തേ. അത് ഉടനെ അത് പറയാൻ കാരണം എൻ്റെ ഇളയ മോൻ പേർച്ചയിൽ പോകുമ്പോൾ ബോംബെ ചെന്നാണ് കയറി പോകുന്നത്. അന്നേരം ഞായറാഴ്ചയാണ് ഇവർ ചേട്ടനും അനി എൻ്റെ മൂത്ത മോനും ഇളയ അവനും കൂടെ അവിടെ ആരാധനയ്ക്ക് പോയപ്പോൾ മലയാളി സഭ ആ സഭയിലായിരുന്നു. ഒന്ന് പുതിയ അതിഥികൾക്ക് സാക്ഷി പറയാൻ കൊടുത്തപ്പോൾ ഇളമ്പലാന്ന് പറഞ്ഞൊന്ന് പിന്നെ
ഉടനെ അത് കഴിഞ്ഞിട്ട് സാങ്കുട്ടി പറഞ്ഞു ഇളമ്പല അന്ന് പോസ്റ്റ് ജോർജാനെ അറിയാമെന്ന് ചോദിച്ചു. എൻ്റെ മൂത്തവൻ പറഞ്ഞു എൻ്റെ ഫാദറാണ് പറഞ്ഞു. അന്നേരം പറഞ്ഞു അവരുടെ വീട്ടിൽ വെച്ച പോസ്റ്റ് ജോർജ് എൻ്റെ തലയിൽ കൈ വെച്ചപ്പോഴാണ് ഞാൻ അന്യഭാഷ പറഞ്ഞത്. പിന്നെ അച്ഛനുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘനാളുകൾ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് എനിക്ക് നേരിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ അങ്ങനെ അച്ഛൻ എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അച്ഛനെ അങ്ങനെ നമ്മൾ അന്ന് പരിചയപ്പെട്ടില്ലല്ലോ. അപ്പം അച്ഛനെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിവേ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛനെ വന്ന് കാണാൻ സാധിച്ചു, ഇത്രയും കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. 195 വടശ്ശേരിക്കര UP സ്കൂൾ പഠിക്കുവാൻ 1950 വടശ്ശേരിക്കര UP സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മുറ്റത്ത് നടന്ന കൺവെൻഷനിൽ ഏലിയാമ്മ ഉമ്മൻ മകൻ വിക്കൻ ഉണ്ണി ഉപദേശി എന്നിവരുടെ ഉണർവ് യോഗത്തിൽ ഹൃദയം കർത്താവിന് കൊടുത്തു. സ്തോത്രം. മാർത്തോമ VSK ഇടവക എന്ന് പറയുന്നത് വടശ്ശേരിക്കര ഇടവക. ഇടവക സൺഡേ സ്കൂളിൽ ജ്യേഷ്ഠ വകുപ്പ് വരെ പഠിച്ചു. അവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. 1962 കാലങ്ങൾ ഇവിടെ വന്നു. ഇളമ്പൽ വന്നു. ഇളമ്പൽ പള്ളിയിലെ കൂട്ടായ്മയിൽ സജീവമായി. ഇളമ്പൽ സെന്റ് തോമസ് ഇടവകയിൽ 28 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. 26 വർഷം അൽമായ ശുശ്രൂഷകനായിരുന്നു. 42.5 വർഷവും പള്ളിയിലുള്ള പള്ളിയിൽ ഉപദേശിയായിരുന്നു. സുവിശേഷം പ്രസംഗിച്ചു. 2012 മാർത്തോമ സഭ വിട്ട് പെന്തക്കോസ്തിൽ ചേർന്നു. അത് 10 തീരുമാനമെടുത്തു. പക്ഷേ അവിടുന്ന് രാജിവെച്ച് പോരുന്ന 12 10 വരെ സഭക്കാർക്ക് വലിയ വിഷമമായി പോയി കാണത്തില്ല. ഭയങ്കര വിഷമമൊന്നുമില്ല. അന്ന് മുന്നോട്ട് മാമനൂസേക്കാരെ കൊച്ചുമാനായിരുന്നു, ബാങ്കന്മാനായിരുന്നു കുഞ്ഞുമൻ വൈസ് പ്രസിഡൻ്റാണ്. അവരും പിന്നെ സെക്രട്ടറി. അവർ വൈകിട്ട് 5 മണിയായപ്പം 2 കാറിൽ ആൾ കൂടെ വന്നു. അതുപോലെ ഞാൻ ബുധനാഴ്ച രാജിവെച്ച് കൊടുത്തിട്ടായിരുന്നു. രാജി പ്രസ് ചെയ്യായിരുന്നു. പ്രസ് ചെയ്ത് ആനയാവും. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയാൻ ഇല്ലെന്ന് പറയാൻ കാരണം അതുകൂടെ അങ്ങ് പറയാമല്ലോ. പിന്നെ ഒന്ന് അവിടെ ഈ ഞായറാഴ്ച മർദ്ദമക്കാരുടെ ഇടയിൽ കഷ്ടാനുഭവം ചെന്ന് ഒരാഴ്ച സന്ധ്യ നമസ്കാരമായിരിക്കും ഉണ്ട്. അത് പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ കുമ്പിടുന്നതിനൊരു തെളിവുണ്ട്. ഇത് 40 ദിവസം വീടാൻ തോറും ഇത് വെച്ചാൽ കുമ്പിടിയില്ല. അപ്പോൾ അന്നൊരു കായംകുളത്തുകാരന് ഷൈജു അച്ഛനാണ്, ഒരു കൊച്ചനാണ്, 10, 35, 30 വയസ്സുകൾ. ആ ഫസ്റ്റാ പോയപോലെ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെന്തോ. അന്നേരം അവിടെ മുന്നേ ഇതിൻ്റെ 40 ദിവസം ഇങ്ങനെ നടത്തുവാന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അച്ഛനെ സഹായിക്കാൻ കൺവീനറായിട്ട് GM മാത്യു എന്ന് പറഞ്ഞു. കഥ അറിയാതെ ഞാൻ അനങ്ങാതെ കേട്ടത് കൺവീനർ. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്താ നല്ല സ്വോത്രാഴ്ച എടുക്കണം, അതിൻ്റെ എല്ലാം പാലറ്റിക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നപ്പം ഒരു ദിവസം പിന്നെ എനിക്ക് ഈ സന്ധ്യ നമസ്കാരമൊക്കെ കണ്ടപ്പോൾ കുമ്പിടിലൊക്കെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ വേദപുസ്തകത്തിനകത്ത് പുറപ്പാട് പുസ്തകത്തിൽ കുമ്പിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും കണ്ട് ഈ 40 ദിവസം ഇത് എവിടെ നിന്ന് വന്നാൽ നമ്മുടെ പാരമ്പര്യം ഒരാഴ്ച ഓശാന ഞായറാഴ്ച പോലെ ഒരു മർത്തോമ സഭയിൽ അതില്ലായിരുന്നു. 40 അപ്പോൾ അത് ചോദിച്ചപ്പം അച്ഛൻ എന്നോട് പറയുകയാണ്, എന്നെ ബ്രദറെ ഒരു ദിവസം അങ്ങോട്ടൊന്ന് വരണം. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ അച്ഛന്മാരെ കാണാൻ പാസരെ അങ്ങനെ പോകത്തില്ല, കുറ്റവും കുറവൊക്കെ പറയുന്നതെന്ന് കണ്ട് ഞാൻ പോകാറില്ല. പുള്ളി പറയാ പിന്നെ മുൾമുടി വെച്ച ഒരു പടമൊക്കെ വെച്ചിട്ട് പറയാം, ഇത് കണ്ടോ ഇതാണ് യഥാർത്ഥ ക്രിസ്തു, മറ്റേ പറയാനുണ്ടൊക്കെ പറയും കുമ്പിടിയുന്ന ആന അങ്ങനെ ഇതാണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ടാ അച്ഛനോട് ഞാൻ തർക്കിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അച്ഛനോട് തർക്കിച്ചാൽ ഞാൻ 10 വരെ പഠിച്ചു, അച്ഛൻ MA BD-യാണ്. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് ഞാൻ സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അത് കായ പിടിക്കാൻ കൊണ്ടുപോകുന്നു. ഞാൻ ഒന്ന് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസവും ഇളമ്പച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ വലിയ മൈൻഡ് ചെയ്തങ്ങ് മാറി. അന്നേരം എനിക്ക് ഈ സഭ വിടണം എന്നുള്ള താല്പര്യം. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ മൂത്ത മോൻ്റെ മോൻ അവൻ ഇപ്പോൾ എൻജിനീയറാണ്, ശാരദയല്ല,
ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂത്ത മോൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ അവിടെ ഈ ബസ്സിലിറങ്ങുമ്പം അവൻ പിന്നെയും ഒരു 2 കിലോമീറ്റർ കൂടെ പോയാണ് താവൂറിൽ പോകുന്നത്. ഞാൻ ഇപ്പത്തെ ഇറങ്ങുമ്പോൾ അവൻ എന്നോട് ഒരിക്കൽ ചോദിക്കുക, അപ്പോൾ സ്വർഗം രണ്ടുണ്ടോ എന്നോട് അവന് ജെറിന് ചോദിക്കുക. ഞാൻ അത് കേട്ടപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു കേട്ടോ. സ്വർഗം രണ്ടുണ്ടെന്ന് അവൻ ചോദിക്കുക. അവനോട് പോയാലാണ് പിറ്റേ ഞായറാഴ്ച ഞാൻ അവനോട് അവിടെ പോയി. താവൂറിൽ ചെന്നപ്പം പിന്നെ ഭാഷയുടെ നാട്ടുകാരനായ ഫാദറിൻ്റെ ഭക്തൻ്റെ നാട്ടുകാരനായ ഒരു മലബാറിൽ പ്രവർത്തിക്കുന്ന വളരെ മകൻ അച്ഛൻ പാസ്റ്ററാണ്. അപ്പോൾ അമേരിക്കയിലും കണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആമുഖവും അദ്ദേഹം എൻ്റെ മോൻ്റെ പേര് ഫാദർ വന്നെന്നൊക്കെ പറഞ്ഞ് എന്നെ എഴുതി പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത് എന്തോ കഴിഞ്ഞിട്ട് അന്ന് എന്തേലും പറയുന്നു. എന്തോ ഒരു വചനം കേട്ടപ്പോൾ അന്നൊക്കെ പിന്നെ രാവിലെ സൺഡേ സ്കൂളിന് മുമ്പ് എബ്രാഹിം ലേഖനത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കും. സൺഡേ സ്കൂളിൽ മേളിൽ നടക്കും. അന്നേരം ആ ക്ലാസ്സിന് ഞാൻ കയറിയിരുന്നപ്പോൾ അന്ന് എബ്രാഹിം ലേഖനം പുരോഹിതൻ എന്നുള്ള വിഷയം എബ്രാഹിം ലേഖനം 9-ാം അധ്യായം എടുത്തുകൊണ്ട് പുള്ളി എടുക്കുക. പുള്ളി 20 മിനിറ്റ് എടുത്തുള്ളൂ, പക്ഷേ അത് ഡീപ്പ് തോട്ട്സാണ്. അന്നേരം ഞാൻ വരുന്നത് ഈ പുരോഹിതന്മാരും പുതിയ നിയമത്തിലില്ലല്ലോ, നമ്മൾ പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് നടക്കുന്നത്. അന്ന് ചുരുക്കി പറഞ്ഞത് അന്ന് ഞാൻ പിറ്റേ ഞായറാഴ്ച പോകുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷി പറഞ്ഞു, ഞാനിങ്ങനെ മാർത്തോമയിലായിരുന്നു, ഞാൻ തീരുമാനം പുതുക്കി. എന്നിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടിട്ട് ഭർത്താവസഭ നിന്ന മനുഷ്യനാണ്. അവിടെ അങ്ങനെ പറഞ്ഞു, തിരുവത്താഴം എടുക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ മനോജൻ്റെ ഫാദറിനെ എടുക്കാം. എന്നാൽ അവിടെ കർത്തൃമേശ എടുത്തു. അങ്ങനെ പിന്നെ അന്നേരം ഒരു 2 കൊല്ലത്തോളം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് തിരുവനന്തപുരത്ത് പോകുന്നാറായിരുന്നു. പള്ളിയിൽ പോകാതെ നിന്നു. അങ്ങനെ അപ്പോൾ പ്രശ്നമായി. എൻ്റെ ആ പള്ളി കാണുന്നില്ല. ഞാൻ വരുന്നതെന്തോ ആരാണ്ട് അവരുടെ ശമ്പളം വാങ്ങിക്കണമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെള്ളപ്പേവർ ബുധനാഴ്ച വെള്ളപ്പേവർ രാജി എഴുതി കൊടുത്തേക്ക് മാറി. പക്ഷേ അത് മനസ്സിന് എന്തോ ഒരു സന്തോഷം. എന്നാലും മാർത്തോമ സഭ ഇന്ന് സ്നാനമൊക്കെ അംഗീകരിച്ച് വരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകും അല്ലേ? സഭയൊക്കെ കെട്ടുപാടതാ. പക്ഷേ ഇപ്പോൾ ഈ ഇതിലേക്ക് TV എൻ്റെ ഉപ്പാപ്പൻ്റെ മോൻ എൻ്റെ വീട്ട് വടശ്ശേരിക്കര പള്ളി സന്നാനസ് പള്ളി അൽമായ സുധൂനൊക്കെ അവനെ ഞാൻ വിളിച്ചു. അവൻ കൂടെ വരും. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞടാ സ്വർഗ്ഗം നീ ഇത്ര വലിഞ്ഞടാ സ്വർഗ്ഗം കിട്ടത്തില്ല, സ്നാനപ്പെട്ടേക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുക്കിലാണ്, വടശ്ശേരിക്ക് ഇടത്തറ മുക്കിലാണ് IPCയിലെ സെൻറ്റർ. എടാ ഞാൻ ഇടത്തറ മുക്കിലില്ലോടാ, നീ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഈ 5-6 മാസത്തിന് മുമ്പ് എന്നെ വലിയ ഫോണിൽ വിളിച്ച് പറയാം. അവൻ പേർച്ചയിൽ പോയിട്ട് കാറുമായിട്ടൊക്കെ നടക്കുക. ഒരു കാറുണ്ട്. അന്നേരം അവിടെ 2 പ്രതിനിധികൾ കുമ്പനാട് ഇതിൽ നടക്കും. എന്നായിരുന്നു കഴിഞ്ഞ വർഷം ഏതൊരു സമയത്താണ്. അന്നേരം ഈ 2 വല്യപ്പന്മാർ പണക്കാരെ കൊണ്ടാകും വിട്ടിട്ട് അതിലൊരാൾ ഇവൻ്റെ 200 രൂപ കൊടുത്തുടാ, സജി ഞങ്ങൾ കാറ് ഇറങ്ങി വരുമ്പോൾ നിന്നെ കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞ് ബഹളം നോക്കുമ്പോൾ കാറ് കിടന്ന് കുറേ അകലെയാണ്. അവിടെ ചെലവെന്നറിയാം. അവൻ പറയാം, ഞാൻ പറഞ്ഞ പോലെ പറയാം, തോട്ടം തൊഴിലാളികൾ വഴക്കുണ്ടാക്കുന്നതിൻ്റെ കൂട്ടം അവിടെ ഭാഷന്മാർ വഴക്കുണ്ടാക്കും. അവൻ ഈ പറഞ്ഞ വാക്കാം. എന്നിട്ട് അവൻ എന്നെ TV കാണിക്കും, ഇതിൽ കാണിക്കുക. അച്ഛാ ഇതിലാണോ ഞാൻ പോണ്ടേ? അച്ഛൻ പറഞ്ഞു ഇതിലാണോ ഞാൻ ചേരണ്ടേ എന്ന് പറഞ്ഞ സജി. ഞാൻ പറഞ്ഞ എല്ലാം തികഞ്ഞ ഏതെങ്കിലും ഉണ്ടോ? മാർത്തോമ സഭയും മണ്ഡലത്തിൽ വഴക്കില്ല. നീ മണ്ഡലത്തിൽ പോയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു. പോച്ചാന്ന് പറയാം. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ആ ജിജ്ഞാസ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് വത്സനെ ഭാഷയൊക്കെ വലിയ മഹാനൊക്കെയാ കാര്യമൊക്കെയാണ്. പിന്നെ ഈ രാത്രി അവസാനം അങ്ങനെ പ്രസംഗം ഞാൻ കേട്ട് മേഖലാ കൺവെൻഷൻ എനിക്ക് വന്ന് 5-6 വർഷത്തിന് മുമ്പ് ഈ ലൂക്കോസിൻ്റെ ദിവസം 15-ാം അദ്ദേഹത്തിലല്ലേ സാറേ, പിന്നെ രാത്രി അതിഥി വന്നപ്പം അപ്പം തേടിപ്പോയി. അത് നല്ലപോലെ ഒരാശയം പറഞ്ഞു. ഒരിക്കലും ചിന്തിക്കാൻ ആശയം പറഞ്ഞു. പക്ഷെ പ്രസംഗിക്കാൻ ആശയമുള്ള മനുഷ്യനാണ്. പക്ഷേ എന്തിനായി കിടന്ന് തല്ലുപിടി ഉണ്ടാക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം, സഭയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങേർക്ക് ഒരു ലെറ്റർ എഴുതാൻ എന്തുകൊണ്ട് മാർഗം? ഒരു ലെറ്റർ എഴുതണം. പിന്നെ വത്സന ബ്രാഹ്മന് സ്നേഹപൂർവ്വം എന്നും പറഞ്ഞു കത്തെഴുതും. എന്തുവാ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ആട്ടെ, അച്ഛനുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ. അതെ.